അത് കാത്തലിക് ഫെയ്ത്ത് അല്ല. അതിന് സദൃശ്യമായ ചില വിധത്തിൽ ദൈവത്തെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ധരിക്കുന്നതും അങ്ങനത്തെ പ്രചരണങ്ങൾ നടത്തുന്നതും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധം ആണ്. ഞാനതങ്ങനെ കൃത്യമായിട്ട് ശക്തമായിട്ട് പറയുന്നത്, പല ആളുകളും അത്തരം സ്വകാര്യ വെളിപാടുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷ സത്യങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ്. അത് നമുക്ക് വായിക്കാനും അത് വായിച്ച് വിശ്വസിക്കാനും വേണ്ടി ഉള്ളതേ അല്ല. പകരം മരിയ വാൽത്തോർത്തയ്ക്ക് സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് കിട്ടിയെങ്കിൽ അതിൻ്റെ നിന്നല്ല അതിൻ്റെ തിയോളജിക്കൽ ഡെപ്ത് 6 തരങ്ങളിൽ ഒന്നായി അതിനെ പ്രഖ്യാപിക്കും. അത് 6 ഞാൻ പറയാൻ പോവാണ്. അതിൻ്റെ വാക്കും അതിൻ്റെ രീതിയും ഉൾപ്പെടുത്തിയാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് നിഹിൽ ഒബ്സ്റ്റാറ്റ് കൊടുക്കും, അഥവാ നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന് പ്രഖ്യാപിക്കാം ആ സംഭവത്തെ. ഇപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഒരു വീട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് മാതാവ് ഒരു കൊന്ത കൊടുത്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കാണുമ്പം അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഒന്നുകിൽ നിഹിൽ ഒബ്സ്റ്റാറ്റ് കൊടുക്കാം. അതിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് എക്സ്പ്രസിങ് എനി സർട്ടനിറ്റി അബൌട്ട് ദ സൂപ്പർ നാച്ചുറൽ ഒതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ നാച്ചുറൽ ആണെന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. നിഹിൽ ഒബ്സ്റ്റാറ്റ് തടസ്സമില്ല എന്ന് കൊടുക്കുമ്പം അതിന് ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. ഇത് ദൈവത്തിൽ നിന്നാണെന്നൊരു ഉറപ്പും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. നിഹിൽ ഒബ്സ്റ്റാറ്റ് കിട്ടിയെന്ന് കൊണ്ട് കാര്യമില്ല, ഒരു ഉറപ്പും കൊടുക്കുന്നില്ല, സൂപ്പർ നാച്ചുറൽ ഒതന്റിസിറ്റി കൊടുക്കുന്നില്ല ഓഫ് ദ ഫിനോമിന ഇറ്റ്സെൽഫ്. മെനി സൈൻസ് ഓഫ് ദി ആക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആർ അക്നോളജ്ഡ്. അത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ചില പ്രവർത്തനങ്ങളുടെ അടയാളങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ചില അടയാളങ്ങൾ അതിനകത്തുണ്ട്, ചില സൂചനകളുണ്ട് എന്ന് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അത് നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന കാറ്റഗറി കൊടുത്താൽ അത് ഏറ്റവും ഉയർന്ന കാറ്റഗറിയാണ്. ഇനി അതിൻ്റെ താഴത്തുള്ളത് പ്രയേ ഒക്കുലിസ് ഹബേത്തൂർ എന്ന് പറയുന്നതാണ്. എൻ്റെ പേര് അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് വിചാരിച്ചാൽ മതി. PRAEOCULIS ഹബിയാത്തൂർ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? സം ആസ്പെക്ട്സ് ഓഫ് കൺഫ്യൂഷൻ ഓർ പൊട്ടൻഷ്യൽ റിസ്ക്സ് ആർ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ സംഭവത്തിൽ ചില കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്, ചില അപകട സാധ്യതകൾ, പൊട്ടൻഷ്യൽ റിസ്കുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് രൂപത മെത്രാൻ അതിനകത്ത് കെയർഫുൾ ആയിട്ടുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ വിവേചനവും ആ കാര്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടായവരുമായിട്ടുള്ള ഡയലോഗും നടത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പ്രയേ ഒക്കുലിസ് ഹബിയത്തോർ ആയിട്ട് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് കൺഫ്യൂഷനുണ്ട്, പൊട്ടൻഷ്യൽ റിസ്കുകളുണ്ട്. അതുകൊണ്ട് രൂപതാധ്യക്ഷൻ കുറച്ചുകൂടി അതിനകത്ത് ഇടപെടണം, വിവേചിക്കണം, അതുപോലെ തന്നെ കൂടുതൽ ഡയലോഗുകൾ നടത്തണം എന്നാണ് അങ്ങനത്തെ കാറ്റഗറിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥം. പിടികിട്ടിയോ? മൂന്നാമത്തേത് കുറാത്തൂർ എന്ന് പറയുന്നതാണ്. കുറാത്തോർ, CURATUR, ഇതൊക്കെ ലത്തീൻ പദങ്ങളാണ്. കുറാത്തോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേരിയസ് ഓർ സിഗ്നിഫിക്കന്റ് ക്രിട്ടിക്കൽ എലമെന്റ്സ് ആർ നോട്ടഡ്. പലത് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഗൗരവമായ ക്രിട്ടിക്കലായിട്ടുള്ള എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ദ ഫിനോമിനൻ ഹാസ് ഓൾറെഡി സ്പ്രെഡ് വൈഡ്ലി. ഭയങ്കരമായിട്ട് പ്രചരിച്ചു കഴിഞ്ഞു, ആളുകൾ ഒത്തിരി പേര് അവിടേക്ക് ഓടുന്നു, പക്ഷെ വളരെ ഗൗരവമുള്ള ചില ക്രിട്ടിക്കൽ എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം? ആൻഡ് ദർ ആർ വെരിഫയബിൾ, അതോടൊപ്പം തന്നെ ദർ ആർ വെരിഫയബിൾ സ്പിരിച്വൽ ഫ്രൂട്ട്സ് കണക്റ്റഡ് ടു ഇറ്റ്. അതാണ് എൻ്റെ രസം. അതായത് അതിൽ നിന്ന് വെരിഫൈ ചെയ്യപ്പെടാവുന്ന ആത്മീയ നന്മകൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇതിനകത്ത് ആത്മീയ നന്മകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആ ആത്മീയ നന്മകൾ ഉണ്ടാകുമ്പോഴും ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ അത് പ്രചരിച്ചു ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ അതുമായി കണക്റ്റഡ് ആയിട്ട് സ്പിരിച്വൽ ഫ്രൂട്ട്സ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ചില വളരെ പ്രസിദ്ധമായ ചില പബ്ലിക് റെവലേഷൻസിനെ കുറിച്ച്, ചില മാതാവിന്റെ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലേക്ക് അതിനെ പെടുത്താവുന്നതാണ്. ഇപ്പം ഇതിന്റെ കാറ്റഗറീസ് തന്നിരിക്കുന്നു എന്ന് മാത്രം. ഇനി അടുത്തത് നാലാമത്തെ കാറ്റഗറി സുബ് മന്ദാത്തോ എന്നാണ്. SUB, സബ് എന്നല്ല ഇംഗ്ലീഷ് വായിക്കുന്നത്, ലത്തീനിൽ സുബ് മന്ദാത്തോ എന്നാണ്. സുബ് മന്ദാത്തോ ഈ കാറ്റഗറിയിൽ എന്താണ് പ്രത്യേകം? ആ കാറ്റഗറിയുടെ സ്വഭാവം എന്താണ്? ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആർ നോട്ട് കണക്റ്റഡ് ടു ദ ഫിനോമിൻ ഇറ്റ്സെൽഫ്. അതായത് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉള്ള പ്രശ്നങ്ങൾ ആ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടെടുത്തല്ല ഈ ക്രിട്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളത്. പിന്നെ എന്താണ്? വിച്ച് ഈസ് റിച്ച് ഇൻ പോസിറ്റീവ് എലമെന്റ്സ്.
അതായത് ഇപ്പൊ മാതാവിന്റെ പ്രത്യക്ഷീകരണം അത് ഒത്തിരി പോസിറ്റീവ് എലമെന്റ്സ് ഉള്ള നല്ലൊരു കാര്യമാണ്. പക്ഷെ ക്രിട്ടിക്കൽ എലമെന്റ്സ് അതുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചിലപ്പോൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ മിസ്യൂസിങ് ഇറ്റ്, അതിനെ ദുരുപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുമായി ബന്ധപ്പെട്ടതുമായിരിക്കാം. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് മാതാവിന്റെ ദർശനം ഉണ്ടായി, അത് വാലിഡാണ്, ശരിയാണെന്ന് അനുഭവപ്പെടുന്നു, അതിനകത്ത് ഒത്തിരി സ്പിരിച്വൽ ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കുട്ടിയുടെ അപ്പൻ അതിനെ വിറ്റ് കാശാക്കുന്നു. കുട്ടിയുടെ അപ്പൻ അങ്ങനെ വിറ്റ് കാശാക്കുന്നു. കേരളത്തിൽ തന്നെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു, വിറ്റ് കാശാക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫാമിലി അതിനെ ദുരുപയോഗിക്കുന്നു, അല്ലെ ആ ഫാമിലി അതിനെ വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നു, ആ ഫാമിലി എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. അല്ലെ ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റെടുക്കും, അവരൊരു സംഘമായിട്ട് അതിനെ ഒരു 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 സൂത്രം, ഒരു സെക്ട് പോലെയൊക്കെ അങ്ങ് ആക്കി തീർത്ത് ഒരു ഷെഡൊക്കെ പണിത് ഇതൊക്കെ പണിത് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു പാരലായിട്ട് അവരതിനെ ഒരു സ്പിരിച്വൽ സംവിധാനമായിട്ടൊക്കെ മാറ്റുന്നു. എന്നാൽ ആ കാര്യം ജെന്യൂൻ ആയിരിക്കുകയും ചെയ്യുന്നു. പിടിയോ? ആ കിട്ടിയ കുട്ടിക്ക് അത് ജെന്യൂൻ ആയിട്ടായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ആളല്ലാത്ത, അല്ലെങ്കിൽ ആ ഫിനോമിനൽ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ, ഉദാഹരണത്തിന് മാതാവ് ശരിക്കും കണ്ണുനീർ വാർക്കുന്ന ഒരു സ്റ്റാച്യു, അത് ജെന്യൂൻ ആയിരിക്കുന്നു, പക്ഷെ അത് ഇരിക്കുന്ന വീട്ടുകാർ അതിനെ ദുരുപയോഗിക്കുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ സംഭവത്തെ സുബ് മന്ദാത്തോ എന്ന് ഡിക്ലെയർ ചെയ്യും. നാലാമത്തേതാണ്. ഇനി അഞ്ചാമത്തേത് പ്രൊഹിബിറ്റോർ എത്ത് ഒബ്സ്ട്രാക്ടോർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്, ഒബ്സ്ട്രക്റ്റഡ് ആണ്, ഒബ്സ്റ്റക്കിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, തടസ്സപ്പെടുത്തുന്നു. അതിന്റെ അർത്ഥം എന്താണ്? വൈൽ ദർ ആർ ലെജിറ്റിമേറ്റ് റിക്വസ്റ്റ് ആൻഡ് സം പോസിറ്റീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കുന്നു, അതായത് ഭാവാത്മകമായ ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നു. The critical issues and risks associated with this phenomenon appear to be very serious. ഇതിനകത്ത് പോസിറ്റീവ് എലമെന്റ് ഉണ്ട്, പക്ഷേ ഇതിനകത്തുള്ള ക്രിട്ടിക്കൽ എലമെന്റ്സ് ഭയങ്കര സീരിയസ് ആണ്. അത് വിശ്വാസത്തെ ശക്തമായിട്ട് ആട്ടി ഉലയ്ക്കാൻ പര്യാപ്തമായ ഗൗരവമുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. Therefore, to prevent a further confusion or even scandal that could erode the faith of ordinary people, അതായത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സാധാരണ ജനത്തിന്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനോ കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ സ്കാൻഡൽ ഉതപ്പ് കൊടുക്കാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് the dicastery asked the diocesan bishop to declare publicly that adherence to this phenomenon is not allowed. കാര്യം ശരിയായിരിക്കും, നടന്നതായിരിക്കും, പക്ഷെ അതിനകത്ത് സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്, വിശ്വാസികൾക്ക് സ്കാൻഡൽ ഉണ്ടാകുന്നതുകൊണ്ട് അവിടേക്കുള്ള പോക്കോ അല്ലെങ്കിൽ അതിനോടുള്ള ബഹുമാനമോ പരിപൂർണമായും തടഞ്ഞിരിക്കുന്നു എന്ന് രൂപതാധ്യക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് ഡിക്കാസ്ട്രി മെത്രാനോട് ആവശ്യപ്പെടും. അതിനെയാണ് ഈ അഞ്ചാമത്തെ കാര്യം പ്രൊഹിബിറ്റോർ എത്ത് ഒബ്സ്ട്രക്ടോർ എന്ന് പറയുന്നത്, ഒബ്സ്ട്രുവാത്തൂർ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ കാറ്റഗറിയാണ് ഡെക്ലറാസിയോ ദ നോൺ സൂപ്പർ നാച്ചുറലിത്താത്തെ എന്ന് പറഞ്ഞാൽ, in this situation dicastery authorizes the diocesan bishop to declare that the phenomenon is found to be not supernatural. ഇതൊരു അസ്വാഭാവിക കാര്യമൊന്നും അല്ല, ഇതിനകത്തൊന്നും ദൈവികമായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് രൂപതാധ്യക്ഷനോട് ആവശ്യപ്പെടും. അങ്ങനെ ഈ പഠനത്തിന്റെ അവസാനം ഈ പറയുന്ന 6 കാറ്റഗറികളിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കും ഈ സ്വകാര്യ വെളിപാടിന്റെ സ്ഥാനം. ഇത് വലിയൊരു ഇനി ഇതെങ്ങനെയാണ് ഈ പഠനം നടത്തേണ്ടത്? അതിന് കുറെ നോംസ് കൊടുത്തിട്ടുണ്ട്. ആ നോംസിനകത്ത് ചിലത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എല്ലാ നോംസും പറയേണ്ട കാര്യമില്ല, അത് പലതും രൂപതാധ്യക്ഷൻ മാത്രം വായിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒക്കെയായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പൊതുവിൽ ഇതിന്റെ ഒരു നേച്ചർ അറിയാൻ, ഇതെങ്ങനെയാണ് രൂപതാധ്യക്ഷൻ ചെയ്യുന്നതെന്ന് നേച്ചർ അറിയാൻ വേണ്ടിയുള്ള ചിലത് മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഡയോസഷൻ ബിഷപ്പ്. രൂപതാധ്യക്ഷന്റേതാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ഏത് രൂപതയിൽ നടക്കുന്നു ആ രൂപതാധ്യക്ഷനെ. ഇപ്പൊ 2 രൂപതകൾ ഒരുമിച്ചാണെങ്കിൽ 2 പേരും കൂടി ആയിരിക്കും. അങ്ങനെ അതിന്റെ നിയമങ്ങളുടെ ന്യൂആൻസസ് ധാരാളം പോകുന്നുണ്ട്, നമുക്ക് ബാധകമല്ല. ഇനി രൂപതാധ്യക്ഷനേതാണ്. രൂപതാധ്യക്ഷൻ എന്ത് ചെയ്യണം? ഇൻ ഡയലോഗ് വിത്ത് ദ നാഷണൽ എപ്പിസ്കോപ്പൽ കോൺഫറൻസുമായി ബന്ധപ്പെടുത്തിയാണ് രൂപതാധ്യക്ഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ സർമലബർ സഭയിലാണെങ്കിൽ സഭയുടെ സിനഡുമായിട്ട് ആലോചിച്ചും അതിനോട് ബന്ധപ്പെട്ടിരുന്നുകൊണ്ടും വേണം രൂപതാധ്യക്ഷൻ അത് ചെയ്യാൻ. ഇനി ഇന്ത്യയിലെ ലത്തീൻ സഭയിലാണെങ്കിലോ അവിടെ ഒരു നാഷണൽ ബിഷപ്സ് കോൺഫറൻസ് ഉണ്ട്, എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഉണ്ട്, അവരുമായി ബന്ധപ്പെടുത്തി വേണം ലത്തീൻ സഭ അത് ചെയ്യാൻ. അപ്പൊ ഒന്നാമത്തേത് അതിനകത്ത് ബിഷപ്പിൻ്റെതാണ് അതിന്റെ പ്രൈമറി റോൾ. അതുകൊണ്ട് രൂപതാധ്യക്ഷൻ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം, ഡിസേൺമെന്റ് ഉണ്ടാവണം,
പഠനമുണ്ടാകണം. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അത് രൂപതാ മെത്രാനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന പോലെ രൂപതാധ്യക്ഷന്റെ ഉത്തരവാദിത്തങ്ങളും റോളുകളും വിവേചനങ്ങളും ഒക്കെ സഭയുടെ ആണിക്കല്ലാണ്. അതിന്റെ 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 നൈയാമികമായ അത് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനങ്ങളാണ്, നെടുന്തൂണാണത്. അപ്പൊ അതുകൊണ്ട് രൂപതാധ്യക്ഷന്റെ വലിയ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ കാര്യമായ ഇൻവോൾവ്മെന്റും എപ്പോഴും തിരുസഭയെ ശക്തമായി വളർത്തുന്നതാണ് എന്ന കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ടൊക്കെ നമ്മൾ രൂപതാധ്യക്ഷന്മാർക്ക്, അഭ്യന്തര പിതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ കണ്ടെത്തലുകളിലും അവരുടെ തീരുമാനങ്ങളിലൂടെയൊക്കെയാണ് ഈ ദൈവഹിതം വെളിവാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ആർട്ടിക്കിൾസ് ആയിട്ടാണ് നോംസ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തിനകത്ത് പറഞ്ഞ കാര്യമാണ് ഡയസിഷൻ ബിഷപ്പ്, എപാർക്കിയൽ ബിഷപ്പ്, ടു ട്രാൻസ്മിറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ഹിസ് വോത്തും. അതായത് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായത്തോടു കൂടെ ഇത് എന്താണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയതോടുകൂടെ ഈ രൂപതാധ്യക്ഷൻ ഈ കണ്ടെത്തലുകളെ ദികാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന് കൈമാറണം. അദ്ദേഹം അത് സ്വയം തീരുമാനിക്കുകയല്ല. അദ്ദേഹം ഇതൊക്കെ അന്വേഷിച്ച് ഈ സഭയുടെ സിനഡിനോടോ അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിനോടൊക്കെ ആലോചനയൊക്കെ ചെയ്ത് ഇത് അന്വേഷിച്ചിട്ട് രൂപതാ മെത്രാൻ എന്ത് ചെയ്യണം? രൂപതാ മെത്രാൻ ഇത് ഡിക്കാസ്ട്രിക്ക് കൊടുക്കണം. ഈ അന്വേഷണം കൊടുക്കുമ്പം രൂപതാ മെത്രാൻ സ്വന്തം അഭിപ്രായവും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്താണ് കൊടുക്കേണ്ടത്. ഞാൻ ഇതിനെ ഇങ്ങനെ കരുതുന്നു, ഇത് കാര്യമുള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇത് വാസ്തവമാണെന്നാണ് എൻ്റെ ഒരു ധാരണ എന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള വോട്ടും കൂട്ടിച്ചേർത്തിട്ടാണ്, വോട്ട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, കൂട്ടിച്ചേർത്തിട്ടാണ് അത് ഡിക്കാസ്ട്രിക്ക് സമർപ്പിക്കുന്നത്. ഇനി അടുത്തത്, ദ ഡയസിഷൻ ബിഷപ്പ് ഈസ് ടു റിഫ്രെയിൻ ഫ്രം മേക്കിംഗ് എനി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇൻ ഫേവർ ഓഫ് ദ ഒതന്റിസിറ്റി ഓഫ് ദ സൂപ്പർനാച്ചുറൽ നേച്ചർ ഓഫ് ദ ഫിനോമിനൻ. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ അഭൗമികതയെക്കുറിച്ച് യാതൊരുവിധ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നടത്താതിരിക്കാൻ രൂപതാധ്യക്ഷൻ ശ്രദ്ധിക്കണം. രൂപതാധ്യക്ഷൻ, അഭ്യന്തര പിതാവ് ഇത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പബ്ലിക്കിൽ പറയാൻ പാടില്ല. അത് ആരോടും പറയരുത്. അത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ, അതിനെ പോസിറ്റീവായി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും രൂപതാധ്യക്ഷൻ നടത്താൻ പാടില്ല. ഫ്രം ഹാവിങ് എനി, അതോടൊപ്പം തന്നെ അതുമായിട്ടൊരു പേഴ്സണൽ കണക്ഷനും സൂക്ഷിക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ രൂപതാധ്യക്ഷൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുകയും ആളുകൾക്ക് ഇവിടേക്ക് വന്നോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ തനിക്ക് പേഴ്സണൽ ആയിട്ടൊരു അറ്റാച്ച്മെന്റ് അതിനോട് ഉണ്ടാകാനും പാടില്ല. രൂപതാധ്യക്ഷൻ അങ്ങനെ, ബാക്കി ആളുകളൊക്കെ പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താലും മെത്രാൻ അങ്ങനെ പോയി ചെയ്യാൻ പറ്റും. ഒരു പേഴ്സണൽ കണക്ഷൻ, അല്ലെങ്കിൽ അത് കിട്ടിയ ഒരാൾ, ഇപ്പൊ അഭ്യന്തര പിതാവിന് കൂടുതൽ പരിചയമുള്ള ഒരു ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീക്കാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നെന്ന് വിചാരിച്ചു, അല്ലെ ഒരു കുട്ടിക്കാണ് ഉണ്ടാകുന്നത്. അപ്പോ പിതാവ് ആ വ്യക്തിയോട് വലിയ അനുഭാവം പുലർത്തുകയും ഒരു വ്യക്തിപരമായ ബന്ധം അവിടെ നിലനിർത്തുകയും ചെയ്യാൻ പാടില്ല എന്നാണ് അടുത്ത കാര്യം. അടുത്തത്, ഡയസിഷൻ ബിഷപ്പ് ഷുഡ് എക്സർസൈസ് particular care, not even using the means at his own disposal, to prevent the spread of confused religious manifestations or the dissemination of any materials pertaining to the alleged supernatural phenomenon. എന്ന് പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട, ഇപ്പൊ ഒരു സംഭവം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ, ചില മെറ്റീരിയൽസ് ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ അല്ലെങ്കിൽ അതിനെ കൺഫ്യൂസ് ചെയ്യുന്ന ചില ഒരു റിലീജിയസ് മാനിഫെസ്റ്റേഷൻസ്, അവയൊക്കെ ഈ രൂപതാ മെത്രാൻ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെ വേണ്ട വിധത്തിൽ റെഗുലേറ്റ് ചെയ്യുകയും അവയിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും തടയേണ്ടിടത്തൊക്കെ തടയുകയും ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ സച്ചസ്, ഉദാഹരണങ്ങൾ പറയാണ്, വീപ്പിംഗ് ഓഫ് ദ സേക്രഡ് ഇമേജസ്, ഈ വിശുദ്ധ രൂപങ്ങൾ കരയുന്നത്, ദ സ്വെറ്റിംഗ് വിയർക്കുന്നത്, ബ്ലീഡിങ് രക്തമൊഴുകുന്നത്, ഓർ മ്യൂട്ടേഷൻ ഓഫ് കോൺസെക്രേറ്റഡ് ഹോസ്റ്റ്, അതായത് കൂദാശ ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവയെ സൂക്ഷ്മമായി കരുതുകയും അതിനെ അല്പം മാറ്റി നിർത്തുകയും പബ്ലിക്കിന്റെ ആവേശ പ്രകടനങ്ങളിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു വിശുദ്ധ കുർബാന അത്ഭുതം നടന്നു എന്ന് കണ്ടാൽ ഉടനെ ആളുകൾ അവിടേക്ക് ഓടിക്കൂടാതിരിക്കാനുള്ള ശ്രദ്ധ രൂപതാധ്യക്ഷൻ നടത്തണം. സ്വാഭാവികമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കെയർ
ഡയസഷൻ ബിഷപ്പ് എടുക്കണം എന്നാണ്. അതിന്റെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് മാനിഫെസ്റ്റേഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അതൊക്കെ ഭയങ്കരമായി ഇങ്ങനെ ഇപ്പൊ ആ രൂപത്തിലൂടെ കണ്ണീര് വന്നു, അപ്പൊ എല്ലാ വീട്ടിൽ കൂടെ ഓരോ ദിവസം കൊണ്ടുവയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കണ്ണുനീരിന്റെ ഓരോ തുള്ളി വീതം എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു, അത് വിതരണം ചെയ്യുന്നു, അത് വിൽക്കുന്നു, ഇങ്ങനെ തുടങ്ങുന്ന പരിപാടികളൊക്കെ ഒന്നും നടക്കാതിരിക്കാനായിട്ട് രൂപതാധ്യക്ഷൻ കാര്യമായി ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളും അഭിനന്ദ പിതാക്കന്മാർ വളരെ വിവേകത്തോടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഒരു പബ്ലിക് ഫോറത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ മാറി നിൽക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ കേസസ് എടുത്ത് പറയാനാണ് ധാരാളം കേസുണ്ട്. ഒരു പബ്ലിക് ഒരു ഏരിയയിൽ അത് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അഭിനന്ദ പിതാക്കന്മാർ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തിരുസഭ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു. ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ ഫേസിനകത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും 2 എടുത്തു പറയുന്നത്. അതിൽ ഒരെണ്ണം ഇതാണ്: ഈ രൂപതാധ്യക്ഷൻ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻവെസ്റ്റിഗേറ്ററി കമ്മീഷൻ, ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കണം ഈ രൂപതാ മെത്രാൻ. എമംഗ് ദോസ് മെമ്പേഴ്സ് ദർ ഈസ് ടു ബി 3 ഗണത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 1 തിയോളജിയൻ അതിനകത്തുണ്ടാവണം, ഒരു ദൈവശാസ്ത്രജ്ഞനെങ്കിലും അതിനകത്തുണ്ടാകണം. 2 ഒരു കാനനിസ്റ്റ് ഉണ്ടാകണം, ഒരു കാനൻ നിയമ പണ്ഡിതനുണ്ടാകണം. ആൻഡ് 1 എക്സ്പേർട്ട് ചൂസൺ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഫിനോമിനൻ. അതായത് ഇപ്പം ആ ഫിനോമിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. ഈ 3 പേര് നിർബന്ധമാണ്. ആളുകൾ അതിനകത്ത് കൂടുതൽ ഉണ്ടാവാം, പക്ഷെ ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾ അതിനകത്തുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അത്ഭുത പ്രതിഭാസം നടക്കുവാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുന്നു. ഉദാഹരണത്തിന് പഞ്ചക്ഷതം ഉണ്ടാകുന്നു. അപ്പൊ ആ സമയത്ത് അതിനകത്തൊരു എക്സ്പേർട്ട് വേണം. ദാറ്റ് ഷുഡ് ബി എ ഡോക്ടർ. നോർമലായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനെ പരിശോധിക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടർ അതിനകത്ത് എക്സ്പേർട്ട് ആയിരിക്കണം. ആ കമ്മിറ്റിക്ക് അത് എക്സ്പേർട്ട് ആയിരിക്കും. അല്ലെ മറ്റൊരു തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ടത് ഏത് തരത്തിലാണോ അതിരിക്കുന്നത് അതിന്റെ ഒരു എക്സ്പേർട്ടും അതിനകത്ത്. ഒരു തിയോളജിയൻ, ഒരു കാനനിസ്റ്റ്, ഒരു എക്സ്പേർട്ട്, ഇവർ 3 പേരും അതിനകത്ത് നിർബന്ധമായി ഉണ്ടാകും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ 2 കാനനിസ്റ്റുകളോ 4 തിയോളജിയൻസോ ഒക്കെ ആക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാകണം എന്നതാണ് അതിനകത്തൊരു കാര്യം. ഞാനിതൊക്കെ വായിക്കുന്ന എന്തിനാണ്? ഇതെങ്ങനെയാ സഭ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത്, the members of the investigatory commission shall be of unquestionable reputation. ആരും ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള സാമൂഹിക അല്ലെങ്കിൽ സഭയിൽ അംഗീകാരമുള്ള ആളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഡോക്ടറെ പിടിച്ചിട്ട് അതിനകത്ത് ഇടാൻ പാടില്ല. അതായത് തട്ടിപ്പൂടും പരിപാടി നടത്തുന്ന ഒരാളെ, ഒരു അൺക്വസ്റ്റ്യനബിൾ റെപ്യൂട്ടേഷൻ ഉള്ള ആളുകൾ മാത്രമേ ഈ കമ്മീഷനകത്ത് ഉണ്ടാകൂ. ഷുവർ ഫെയ്ത്ത് ഉണ്ടാകുന്ന ആൾക്ക് സർട്ടൻ ഡോക്ടറിൻ ഉണ്ടാവണം, അതായത് സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. ആൻഡ് പ്രൂവൻ പ്രൂഡൻസ് ഉണ്ടാവണം, അതായത് വിവേകമുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം ആ കമ്മീഷനകത്ത് ഉണ്ടാവുന്നത്. ദേ ഷാൽ ഹാവ് നോ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വിത്ത് ദ പേഴ്സൺസ് ഓർ ഇവന്റ്സ് ദാറ്റ് ആർ ബീങ് ഡിസേൺഡ്. അതായത് ഈ ഡിസേൺ ചെയ്യപ്പെടാൻ വേണ്ടി എടുക്കുന്ന ആ സംഭവവുമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒരു ബന്ധവുമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തിയോളജിയാകുന്ന വൈദികന്റെ ഇടവകയിലാണ് നടക്കുന്നത്, ആ അച്ഛനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ അച്ഛൻ അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇൻവോൾവ് ആണ്. അല്ലെങ്കിൽ ഈ അത്ഭുത പ്രതിഭാസവുമായി 2 പ്രാവശ്യം ഡോക്ടറെ കാണാൻ ചെന്നിട്ടുള്ള ഒരു ഡോക്ടറാണ്, ആ പുള്ളി ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല. അപ്പം ഇതിനകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്ക്, ഈ കമ്മീഷനകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്ക് ആ സംഭവമായിട്ട് നേരിട്ടോ നേരിട്ടല്ലാതെയോ ഉള്ള ഒരു ഇൻവോൾവ്മെന്റും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യവും അതിനകത്തുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മുടെ സമയം കുറച്ച് നീണ്ടുപോയി. ഓൾ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് ദ ഓഫീസ് വിച്ച് ഈസ് ടു ബി സ്വോൺ ബൈ ഓത്ത്. അതായത് കുമ്പസാരഹസ്യം ഒക്കെ പോലെ ഓത്ത് എടുത്തിട്ടുണ്ടാവണം, ഇവിടെ ഞാൻ അറിയുന്ന കാര്യങ്ങളൊന്നും പബ്ലിക്കിന് വെളിപ്പെടുത്തില്ല, രഹസ്യ സ്വഭാവം സൂക്ഷിക്കും എന്ന്. അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുമ്പസാരക്കാരനാണ്, ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ വെളിപാടുണ്ടായ ആളുടെ കുമ്പസാരക്കാരനോട് വിവരങ്ങൾ ചോദിക്കാൻ പാടില്ല. അതുപോലെ ഈ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 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 സന്യാസിനിക്ക് മാതാവിന്റെ ദർശനം ഉണ്ടായി, അതിന്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു, ആ സിസ്റ്ററിന്റെ സ്പിരിച്വൽ ഫാദറോട് ഇക്കാര്യം ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങുന്ന കുറേ കണ്ടീഷൻസ് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. ഇനി ഇത്തരം പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടെ പറയണം. ഇനി ഇതിന്റെ ഒരു എറർ സൈഡ് പരിശോധിക്കപ്പെടേണ്ടത് എന്തൊക്കെയാണ്? ഒരു 6 കാര്യങ്ങൾ, 5 വാക്കുകൾ പറയാം. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എററുകളെ കുറിച്ച് പരിശോധിക്കണം. അത് എണ്ണി പറയുകയാണ്. 1, പോസിബിലിറ്റി ഓഫ് എ മാനിഫെസ്റ്റ് എറർ അബൌട്ട് ദി ഇവന്റ്. ആ സംഭവം തന്നെ ഒരു എറർ ആണോ എന്ന് പരിശോധിക്കണം.
എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്കും ഇല്ലായിരുന്നു. അവര് മാതാവിന്റെ കണ്ണിക്കൂടെ ഇങ്ങനെ പടത്തിന്റെ പുറകിൽ സിറിഞ്ചിക്കൂടെ വെള്ളം ഒഴിച്ചതായിരുന്നു അത്. അപ്പൊ അങ്ങനെ സംഭവം പോലും നടന്നിട്ടില്ല. അത് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കും. 2, പൊട്ടൻഷ്യൽ ഡോക്ട്രൈനൽ എറേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായത് സംഭവിക്കാനിടയുണ്ടോ, പൊട്ടൻഷ്യൽ സംഭവിക്കാനിടയുണ്ടോ എന്ന്, സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല സംഭവിക്കാനിടയുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി 3-മത്തേത് സഭയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു ദുരാത്മാവിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നു, അപ്പൊ അത് അംഗീകരിക്കുന്ന കുറെ പേര്, അംഗീകരിക്കാത്ത കുറച്ച് പേര്, അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ഇടവരുന്നുണ്ടോ? അല്ലെ ഒരു ഇടവകയിൽ ഇങ്ങനെ സംഭവം നടക്കുന്നു, കുറെ പേര് അവരെ കുറിച്ച് കൂടി, അപ്പൊ അവരെ എതിർക്കുന്നവർ വേറെ കുറച്ച് പേര്, ഇടവക രണ്ടായി തിരിയുന്നു, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് എറേഴ്സ് പരിശോധിക്കാൻ കൊടുത്തപ്പെടുന്നതാണ്. ഇനി അടുത്തത് അനോവർ ടു പെർസ്യൂട്ട് ഓഫ്, ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, അധികാരം ഉണ്ടാക്കുന്നുണ്ടോ, പ്രശസ്തി ഉണ്ടാക്കുന്നുണ്ടോ, സാമൂഹിക അംഗീകാരം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടത് നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലര് ഞാനൊരു വലിയ വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂടുന്ന പരിപാടികൾ പോലത്തെ തോന്നുന്നുണ്ടോ, സാമ്പത്തിക നേട്ടങ്ങളോ മറ്റു നേട്ടങ്ങളോ ഉണ്ടാക്കുന്നുണ്ടോ, ചിലരുടെ അധികാരം സ്ഥാപിക്കപ്പെടുന്നുണ്ടോ, സമൂഹത്തിൽ ചില അധികാരം കിട്ടാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാമൂഹിക അംഗീകാരത്തിന് വേണ്ടി. ഇപ്പൊ ആ ഒരു കുടുംബത്തെ ആരും മാനിക്കണില്ലായിരുന്നു, ഇത് വന്ന പിന്നെ എല്ലാവരും അവരെ വലിയ കാര്യമായിട്ട് കണക്കാവുന്നു, എല്ലാവരും അവരുടെ അടുത്ത് പോകുന്നു, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി ഇതിനകത്തുള്ള അപകടങ്ങൾ പരിശോധിക്കും. ഇനി 5-മത്തേത് ഗ്രേവ്ലി ഇമ്മോറൽ ആക്ഷൻസ് കമ്മിറ്റഡ് ബൈ ദ സബ്ജക്റ്റ് ഓർ ദ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഗ്രേവ് ആയിട്ടുള്ള അധാർമിക പ്രവർത്തികൾ ഏർപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ആ സസൂക്ഷ്മം പരിശോധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ മറ്റ് ചില പരസ്യമായ ചില പാപങ്ങളിലും കൂടെ ഇടപെടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സൂത്രപ്പണികൾ ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്രേവ് ഇമ്മോറൽ ആക്ഷൻസ് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ചില തിന്മകൾ, വൈകൃതങ്ങൾ, കാര്യങ്ങളൊക്കെ എന്നെ സംഭവിക്കുന്നുണ്ട്. ഇനി 6-മത്തേത് സൈക്കോളജിക്കൽ ഓൾട്ടറേഷൻസ് ഓർ സൈക്കോപതിക് ടെൻഡൻസീസ് ഇൻ ദ പേഴ്സൺ. ഇതുണ്ടാകുന്ന ആളുകൾക്ക് ഒരു സൗണ്ട് മൈൻഡ് ഉണ്ടോ? ഈ റെവലേഷൻ കിട്ടുന്നയാൾക്ക് മാനസിക വൈകല്യങ്ങളോ മാനസിക പ്രോബ്ലങ്ങളോ മാനസിക വ്യതിയാനങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്നും പരിശോധിക്കണം. അങ്ങനെ ആ വ്യക്തിയെ, സാഹചര്യത്തെ, സംഭവത്തെ ഒക്കെ സസൂക്ഷ്മം വളരെ ഡീറ്റെയിൽ ആയി പരിശോധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തിരുസഭ നൽകുന്നുണ്ട്. അത് കാലാക്രമത്തിൽ അതിനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും പുതുതായി പരിഷ്കരിച്ച തൊട്ടടുത്ത നാളുകളിൽ തന്ന ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വകാര്യ വെളിപാടിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക്. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വിശുദ്ധ സൈമൺ സ്റ്റോക്കിനുണ്ടായ സ്കാപ്പുലറിനെ പറ്റി, കർമ്മല മാതാവിന്റെ വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള സംശയമായിരുന്നു. അതിൽ സഭ അംഗീകരിച്ചതാണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പോ അതിനെപ്പറ്റി പറയുമ്പോൾ സഭ അംഗീകരിച്ചിരിക്കുന്ന അതിൽ ചില പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടെന്ന് മാത്രമാണോ, അതോ സ്കാപ്പുലർ ധരിക്കുന്ന ആരും നരകാഗ്നിയിൽ നിബന്ധിക്കുകയില്ല, പിന്നെ ആ വ്യക്തി മരിച്ചാലും ആദ്യത്തെ ഫസ്റ്റ് സാറ്റർഡേ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോ സഭ അംഗീകരിച്ചു എന്നതുകൊണ്ട് സഭ പറയുന്നത് ഈ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണെന്നാണോ, അതോ ആ വെളിപ്പെടുത്തലിൽ എന്തോ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് മാത്രമാണോ? നല്ല ചോദ്യമാണ്. കൃത്യമായിട്ടും ഇങ്ങനത്തെ ദർശനങ്ങൾ ഒന്നും അക്ഷരാർത്ഥത്തിലുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ധരിച്ചതുകൊണ്ട് ആൾ ഒരിക്കലും നരകത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ധരിച്ചാൽ മാത്രം മതിയല്ലോ, ആൾക്ക് എന്ത് വേണം ചെയ്യാലോ. അങ്ങനത്തെ ഒരു മാന്ത്രിക സാധനം ദൈവം ഇട്ടുകൊടുക്കുകയില്ല. ഇനി അങ്ങനെ ഒരു ദർശനം ഉണ്ടാകുമ്പോൾ അതിനെ വേറെ വിധത്തിലൊക്കെ ആയിരിക്കും വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ആ ധരിക്കുന്നവയുമായി ബന്ധപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുക എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും അതുകൊണ്ട് മാത്രം ആൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയാൻ പാടില്ല. കർത്താവ് അങ്ങനെ യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ധരിക്കുന്നയാൾ ആരും സ്വർഗത്തിൽ പോകും, ഒരിക്കലും നരകത്തിൽ പോകില്ല എന്നോ, അല്ലെങ്കിൽ മാതാവ് ഇത്ര ദിവസത്തിനുള്ളിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പിടിച്ചോണ്ട് വരും, ആത്മാവിനെ പിടിച്ചു കൊണ്ടേയാക്കും എന്നൊക്കെ പറയുന്നത് ഒരു വിധത്തിലും കത്തോലിക്ക ഡോക്ടറിന് ചേരുന്നതേ അല്ല. അത് ഏത് വിശുദ്ധനെ ലഭിച്ചതായാലും ശരി, കത്തോലിക്ക സഭയുടെ ഡോക്ടറിന് ചേരുന്നതല്ല എന്നതാണ് അതിന്റെ
പരിപൂർണമായ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരം. അതുകൊണ്ട് സഭ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്നു എന്നല്ല, അവിടെ മാതാവിന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടാകാനിടയുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെയും സഭ കണ്ണുടച്ച് ഏറ്റെടുക്കുന്നുമില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ പുതിയൊരു ഡോക്ട്രിൻ പ്രഖ്യാപിക്കുന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ബെറ്റർ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക എന്നാണ്. പലപ്പോഴും അത് ആളുകളെ വഴിതെറ്റിക്കാൻ പോലും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ ഒരു തിരിയമോ മറ്റോ സംഘടിപ്പിച്ച് കഴുത്തിലിട്ട് നടന്നാൽ മതിയല്ലോ, പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യാൻ ഇടവന്നാൽ ദൈവഹിതത്തിന് വിരുദ്ധമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സഭ അംഗീകരിക്കുന്ന പ്രബോധനങ്ങൾക്കകത്ത് തന്നെ, അല്ലെങ്കിൽ സഭ അംഗീകരിക്കുന്ന പ്രബോധനമല്ല, സഭ അംഗീകരിക്കുന്ന ഇത്തരം ദർശനങ്ങൾക്കകത്ത് തന്നെയും സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവയെ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലോ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലോ ഒക്കെ അവയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുന്നു, ആളുകളെ ആകർഷിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സംസാരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ വളരെ സൂക്ഷ്മതയോടെ മാറി നിൽക്കേണ്ടതുണ്ട്. അച്ഛ, വേറൊരു സംശയവും കൂടെ ഉള്ളത്, തിരുഹൃദയ ഭക്തിയെ കുറിച്ച് വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് കൊടുത്ത 12 വാഗ്ദാനങ്ങൾ അങ്ങനെ പറഞ്ഞ് കൃത്യതയോടെ പറയുന്നുണ്ട്. അതിന്റെ കാര്യത്തിലും അച്ഛൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ബാധകമാണ്. അതായത് ആ വാഗ്ദാനങ്ങളിൽ ഏതൊക്കെ വാഗ്ദാനങ്ങളാണോ മിശിഹ തന്നെ തന്നിട്ടുള്ളത്, സുവിശേഷത്തിൽ നൽകിയിട്ടുള്ളത്, ആ വാഗ്ദാനങ്ങളൊക്കെ നിലനിൽക്കും. അങ്ങനെ അല്ലാത്ത വാഗ്ദാനങ്ങളൊന്നും നിലനിൽക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അനുദപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദണ്ഡവിമോചനം സ്വീകരിക്കുന്നവർ സ്വർഗത്തിൽ പോകുന്ന ഒരു വാഗ്ദാനം അതിനകത്തുണ്ടെങ്കിൽ അത് നിലനിൽക്കും. അല്ലാതെ പുതുതായുള്ള ഒരു വാഗ്ദാനവും അതിന് അത് അബ്സല്യൂട്ട്ലി വാലിഡ് എന്ന് തിരുസഭ കണക്കാക്കുകയേയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനത്തെ ഇപ്പോൾ തിരുഹൃദയത്തോടുള്ള അടുപ്പവും ബന്ധവും നല്ലതാണ്, പക്ഷെ അതിന് ഏതർത്ഥത്തിലേ ഉദ്ദേശിക്കാവൂ? ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യമാണ്, മിശിഹായിൽ ഉണ്ടായിരുന്ന നന്മകൾ, അവിടുത്തെ നന്മകളിൽ ഉള്ള പങ്കുചേരാനുള്ള ദാഹമായിട്ടേ ആ തിരുഹൃദയ ഭക്തിയെ കാണാവും. അല്ലാണ്ട് മാന്ത്രികമായി ചില പ്രത്യേക കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന വിധത്തിൽ അതിനെ കാണാനേ പാടില്ല. അച്ഛാ, വേറൊരു കാര്യം കൂടെ അതിനോട് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, തുടർന്ന് വന്ന 9-ാം പിയൂസ് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെ പ്രൊമോട്ട് ചെയ്തു, എല്ലാ സഭാമക്കളോടും തിരുഹൃദയ രൂപം വണങ്ങാൻ ആവശ്യപ്പെട്ടു എന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാപ്പുലർ ഭക്തിയെ കുറിച്ചാണെങ്കിലും ജോൺ 23-ാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേക ദർശനം ഉണ്ടായി. അതിൽ വീണ്ടും കർമ്മല മാതാവ് പറഞ്ഞ ഈ കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നു എന്നും വായിച്ചിട്ടുണ്ട്. അപ്പോ മാർപ്പാപ്പമാരുടെ ഈ ഒരു അവർ കൊടുക്കുന്ന അഡീഷണൽ, അതിനോട് ആഡപ്പ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞു, അതായത് അവരൊരിക്കലും മാർപ്പാപ്പമാർ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ തിരുഹൃദയ ഭക്തി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഡോക്ട്രിൻ പോലെ വിശ്വസിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പകരം ഈ പറഞ്ഞ അർത്ഥത്തിൽ, അതായത് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയത്തിൽ വിളങ്ങിയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഹൃദയം തന്നെയാകുന്ന സ്നേഹത്തിൽ, അവിടുത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തികളിലുള്ള പങ്കുചേരൽ, അവയെ അല്ലെങ്കിൽ ഈശോ ചെയ്ത ആ വലിയ സ്നേഹത്തിന്റെ മനുഷ്യാവതാരത്തെ ഒക്കെ ആദരിക്കലും അതിനോടുള്ള ഒരു ഭക്തി വർദ്ധിക്കലും മാത്രമാണ് അതിന്റെ ഉദ്ദേശം. അല്ലാണ്ട് അതിന്റെ ന്യൂആൻസസ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അതെല്ലാം കൂടി മാർപ്പാപ്പമാരെ ഏറ്റെടുക്കുന്നതല്ല. ഇത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയും. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യം മാർപ്പാപ്പ പഠിപ്പിച്ചാലും അത് സഭയുടെ ഔദ്യോഗിക ഡോക്ടറിന്റെ ഭാഗമാവുകയില്ല. കാരണം സ്വകാര്യ വെളിപാടുകൾ സ്വീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ മാത്രമേ ആവുകയുള്ളൂ. മാർപ്പാപ്പമാരെ അങ്ങനത്തെ ആഹ്വാനങ്ങളാണ് കൊടുക്കുക, അല്ലാണ്ട് നിയമങ്ങളല്ല കൊടുക്കുക. എന്ന് വെച്ചാൽ അത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്ക് അർഹമാകുമെന്നോ അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി പുലർത്താത്ത ആളുകളൊക്കെ നരകത്തിൽ പോകുമെന്നോ ഒരിക്കലും പ്രഖ്യാപിക്കില്ല. പക്ഷെ ആഹ്വാനം ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രം, അത്രയേ അതിനെ വിലമതിക്കാവൂ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ലുമൻ ജെൻസിയും ക്ലാസ്സുകളിൽ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരു ആള് ചോദിക്കുന്നത് കേട്ടു, അതിമാരക പാപത്തെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ, വ്യക്തികൾ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ അച്ഛൻ അത് സാക്രിലേജ്, അത് അതിമാരക പാപാണെന്ന് പറഞ്ഞു. ഞാനത് ആദ്യമായിട്ടാണ് കേട്ടത് തന്നെ. പലർക്കും ഞാനത് പറഞ്ഞു കൊടുത്തപ്പോ പലരും അങ്ങനെ ഒരു അതിമാരക പാപം ഉണ്ടെന്ന് പലരും അപ്പോഴാണ് അറിയുന്നത് തന്നെ. അപ്പൊ അത് ആ ക്ലാസ്സിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇനി വരുന്ന ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പിന്നീടുള്ള 2-3 ക്ലാസ് അടുപ്പിച്ച് കേട്ടു, പക്ഷെ അതിനകത്തൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ എന്നെ കേട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അച്ഛൻ പറയുമ്പോ പറഞ്ഞു തരാന്ന്. പക്ഷെ ഞാനത് കണ്ടില്ല. പക്ഷെ ഈയിടെ പാരീസിൽ നടന്ന ഒരു ദൈവം നിന്ന അതൊരു അതിമാരക പാപമാണല്ലോ. അപ്പൊ അത്
പെട്ടെന്ന് അച്ഛൻ ഇത് പറഞ്ഞപ്പം അതായിട്ട് കണക്ട് ചെയ്യാനും അങ്ങനെ അതൊരു അതിമാരക പാപം തന്നെയാണോ അപ്പൊ അങ്ങനെ തോന്നി. അതുപോലെ നമ്മുടെ മലയാള സിനിമകളിൽ ഇപ്പൊ കാണുന്ന കലയെ ആവിഷ്കരിക്കുന്ന നിസ്സാരമായിട്ട് പറയുമ്പോൾ എല്ലാവരും അത് കലയുടെ ആവിഷ്കാരം എന്ന് പറയുകയും അതേസമയം ഈശോ എന്ന പേരൊക്കെ ഉപയോഗിച്ചിട്ട് അത് അയാളെ കൊണ്ട് എല്ലാ സിനിമകളും ചെയ്യിപ്പിച്ചിട്ട് ആ ഈശോ ഈശോ എന്നങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക, അതുപോലെ ഇലുമിനാറ്റി സോങ്സ് കേറ്റുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിമാരക പാപല്ലേ? അച്ഛൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ച നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞത്. ഓ, ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് മുമ്പത്തെ, അതായത് ആദ്യത്തെ ക്ലാസ്സുകളിൽ, അതായത് ലൂമൻജൻസ്യത്തിന്റെ ക്ലാസ്സുകളിൽ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നത്. അത് ഉണ്ടോ എന്ന് പ്രാവശ്യത്തെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. ഇനിയൊന്ന് ഞാൻ പറഞ്ഞോളാം. കാരണം ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഇപ്പൊ അത് വിശദീകരിക്കണ്ടല്ലോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമേ. ഒരു സംശയം കൂടി ഉണ്ട് അച്ഛാ. ആദ്യം വെളിപാടില് യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ ഇങ്ങനെ 12 നക്ഷത്രങ്ങളുള്ള അങ്ങനെ കാണുന്നുണ്ടല്ലോ. അതാണോ അപ്പൊ ആദ്യത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് അത് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെളിപാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ ഉണ്ടായിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ചല്ല വിവരിക്കുന്നത്. പകരം മിശിഹ രഹസ്യത്തെ ഒരു പ്രത്യേക വിധത്തിലുള്ള സാഹിത്യ രൂപത്തിൽ അവതരിപ്പിക്കലാണ്. അപ്പൊ അത് സിംബോളിക് ലാംഗ്വേജിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോകലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വിവരണമാണ്, അല്ലാണ്ട് ഒരു ദർശനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ വിവരിക്കുന്നു എന്ന മട്ടിലാണ് അത് എഴുതുന്നത്. പക്ഷെ അങ്ങനെ ആകണമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഉണ്ടായ ഒരു ദർശനത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് കരുതേണ്ടതില്ല. പകരം അങ്ങനെ ആകാം. അതോടൊപ്പം തന്നെ അതിൻ്റെയും അപ്പുറത്ത് ഈ ആധ്യാത്മിക രഹസ്യങ്ങളെ ഒരു ദർശനം എന്നതുപോലെ അവതരിപ്പിക്കുന്നതുമാകാം. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കാം. യേശു ശിക്ഷിക്കട്ടെ. അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നിരീശ്വരവാദികളും അതുപോലെ നമ്മുടെ സഭയുടെ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന ഈ പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് അവർ കോട്ട് ചെയ്ത് പറയാറുണ്ട്. അതായത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും വേറെയാണ്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്, പുതിയ നിയമത്തിൽ. അത് അച്ഛൻ ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ആ ജനത 3500 വർഷത്തിൽ കൂടുതൽ പഴയ ഒരു ജനതയാണ്. പക്ഷേ ഈയിടെ എനിക്ക് വന്നത് ഈ ഡിട്രോണമി, അതായത് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 8-9 വാചകത്തില് പറഞ്ഞിട്ടുണ്ട്, യഹോവ ഒരു ഇസ്രായേലിന്റെ മാത്രം ദൈവമാണെന്ന രീതിയിൽ അതിൽ ഒന്ന് വ്യംഗ്യാർത്ഥം വരുന്നുണ്ട്. അതായത് അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് അതിർത്തികൾ നിശ്ചയിച്ചു. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശം. അത് POC ബൈബിളിൽ ഇങ്ങനെ എഴുതുന്ന, പക്ഷേ ചിലരുടെ ഈ പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ അവിടെ യഹോവ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത് ഈ നമ്മളിപ്പോ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന പോലെ ഇസ്രായേലിന്റെ മാത്രം ദൈവമായിട്ടാണോ കണക്കാക്കുന്നത്? കത്തോലിക്ക സഭ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് അതായത് പഴയ നിയമത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ഇനിയും പറയാൻ കിടക്കുന്നു. നമുക്ക് പറയാം. പഴയ നിയമത്തിന്റെ സ്വഭാവം അതിന്റെ സ്വഭാവത്താൽ തന്നെ ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. പഴയ നിയമത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ അത് ദൈവനിവേശിത ഗ്രന്ഥങ്ങളാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യത്യസ്തമാണ്. അതിനകത്ത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്, ഇസ്രായേൽ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്, അവരുടെ വിചാരധാരകളുണ്ട്, അവരുടെ തെറ്റിദ്ധാരണകളുണ്ട്, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്, ദൈവം നൽകുന്ന തിരുത്തലുകളുണ്ട്, അവർക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകളും പാപങ്ങളും ഉണ്ട്. ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവം ഞങ്ങളുടെ മാത്രം ദൈവമാണെന്നുള്ള അവരുടെ ഒരു ക്ലെയിമാണ്. അതായത് ഇസ്രായേൽ അത്രമാത്രം ഞങ്ങളോടാണ് ദൈവം സംസാരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ജനമാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ എക്സ്ട്രീമിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണ് ഞങ്ങളുടെ മാത്രം ദൈവം, ബാക്കിയല്ല ആർക്കും ഇല്ല എന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നത്. അതിന്റെ പോസിറ്റീവ് അർത്ഥം ഇതാണ്, ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ് എന്നാണ്. എന്ന് കണ്ട് ബാക്കിയുള്ളവർ ദൈവമല്ല എന്നൊരു അതർ സൈഡ് സത്യത്തിൽ അതിനകത്തില്ല. ഇസ്രായേൽക്കാർ പലപ്പോഴും, യഹൂദർ പലപ്പോഴും അങ്ങനെ വിചാരിച്ചിരുന്നു. അവരങ്ങനെ വിചാരിച്ചിരുന്ന കാര്യം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ഈശോ തിരുത്തുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ആ വെളിപാട് പൂർണ്ണമാകുന്ന എവിടെയാണ്? അത് മിശിഹായിലാണ്. ഈശോയുടെ ജനനത്തിന്റെ സമയത്ത് ആലപിക്കുന്ന ഗാനം തന്നെ ഇങ്ങനെയാണ്, ഇതാ സകല ലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
അപ്പോ ദൈവം പഴയ നിയമത്തിൽ തന്നെ സകല ജനത്തിലേക്കും തുറന്നിരിക്കുന്നു എന്നതിനെ അസേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഈശോയുടെ മനുഷ്യാവതാരവും വിജാതിയിലേക്കുള്ള രക്ഷയുമൊക്കെ. ഇനി ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ സൂചനകളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിന്റെ മാത്രം ദൈവമാണ് എന്ന് പറയുമ്പം ഇസ്രായേലിന്റെ ഗണത്തിൽപ്പെടാത്ത നോഹയുടെ സ്ഥിതി എന്താണ്? നല്ലവനായ ആബേലിന്റെ സ്ഥിതി എന്താണ്? അല്ലെ? അവരൊക്കെ ഇസ്രായേൽ ഗണത്തിൽപ്പെടുന്നവരല്ലോ. അപ്പൊ അവരുടെ ദൈവം കൂടെയല്ലേ ഈ ദൈവം? അപ്പൊ അതുകൊണ്ട് പഴയ നിയമം തന്നെ അസർട്ടീവായിട്ട് അങ്ങനെ പറയുന്ന പോലെ തോന്നിപ്പിച്ചാലും അതിന്റെ ഉള്ളർത്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നത് ദൈവം പ്രപഞ്ചത്തിന്റെ മുഴുവനും ദൈവമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു ജനത്തോട് എന്താ പറയാ പാർഷ്യാലിറ്റി ഒന്നുമില്ല. പകരം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? സകലിലേക്ക് രക്ഷ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേലിന് ഒരു സ്റ്റെം ആയിട്ടാണ് തെരഞ്ഞെടുത്തത്, അഥവാ ഒരു തായ്തണ്ടായിട്ടാണ് തെരഞ്ഞെടുത്തത്. ആ തായ്തണ്ടിൽ ബാക്കി ജനതകളെയൊക്കെ ഒട്ടിച്ചു ചേർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ മറ്റു ജനതകൾക്ക് വിലയില്ലെങ്കിൽ തായ്തണ്ടിനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു തായ്തണ്ടാണ്. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ഒരു തായ്തണ്ടാണ്. ആ തായ്തണ്ടിനോട് പിന്നീട് കാലക്രമത്തിൽ സകല ജനതയും ഒട്ടിച്ചു ചേർക്കാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ എല്ലാ ജനത്തെയും ഒട്ടിച്ചു ചേർക്കാനുള്ള ഒരു തണ്ട് നട്ടതാണ് ഇസ്രായേലിൽ. അപ്പൊ നടുന്ന സമയത്ത് ഇസ്രായേൽ വിചാരിക്കും ഞങ്ങൾ മാത്രം മതിയെന്ന്. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പതുക്കെ ഇതൾ വിരിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു അച്ഛാ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അത്യുന്നതൻ എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിളിൽ പറയുന്നുണ്ട്, എലോഹിം അല്ലെങ്കിൽ എൽ. അപ്പൊ ഇവൻ കർത്താവ് കുറിച്ച് കിടന്നുകൊണ്ട് എലോഹി അങ്ങനെ പറയുന്നുണ്ട്, ലാ സബത്തീനി എന്ന് പറയുന്നില്ലേ. അപ്പൊ ഈ യഹോവ എന്നുള്ള പേര് ഒരിക്കലും യേശുക്രിസ്തു പുതിയ നിയമം വായിക്കുമ്പോൾ എന്റെ പിതാവ് എന്ന് പറയുന്നല്ലാതെ അങ്ങനെ പറയുന്നില്ല. അത് വെച്ചോണ്ട് ആൾക്കാർ ആർഗ്യ ചെയ്യാറുണ്ട്. അതായത് യഹോവ എന്ന് പറയുന്നത് യഹോവ എന്നതൊരു പേരല്ല, അതിന് കൃത്യമായ സംഭവം പറയാം. അതായത് മോശയാണ് ദൈവത്തോട്, ദൈവമേ നീ ആരാ? ഇവർ ചോദിക്കുമ്പോൾ ഞാൻ എന്തെന്ന് പറയണം? നീ ഞങ്ങൾക്ക് പരിചയമുള്ള ബാലാണോ? ആരാ നീ ശരിക്കും എന്നാണ് ദൈവത്തോട് മോശ കാണുന്ന ദൈവത്തിന്റെ ഇമേജിനോട് മോശ ചോദിക്കുന്നത്. അതിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്താ? ദൈവം കൊടുക്കുന്ന മറുപടി തന്റെ പേര് പറയുകയല്ല ചെയ്യുന്നത്, തന്നെ തന്നെ വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പകരം അവിടുന്ന് പറയുകയാണ് ഏഗോ എയ്മി, ഞാൻ ആകുന്നവനാകുന്നു, അഥവാ ഞാനാകുന്നു, ഞാനാണ് എന്ന് മാത്രമാണ് ദൈവം പറയുന്നത്. എന്താണ് ആ പറച്ചിലിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം രണ്ട് പ്രധാന അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഐ ആം ദ എക്സിസ്റ്റൻസ്, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്നും നിലനിൽക്കുന്ന ഉണ്മയായിട്ടുള്ളവൻ ഞാനാണ് എന്നാണ് അതിന്റെ പ്രൈമറി അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്നറിയോ? ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ നീ ഇതിപ്പോ അറിയണ്ട എന്നാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ നീ അത് അറിയാറായിട്ടില്ല, നീ ഇപ്പൊ അത് അറിയണ്ട, ഞാനിപ്പോ അത് വെളിപ്പെടുത്താൻ പോകുന്നില്ല, ഞാനാണ് എന്ന് നീ അറിഞ്ഞാൽ മതി എന്നൊരർത്ഥം കൂടെ അതിനുണ്ട്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇത് സഭയുടെ ഒരു ഒഫീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അത് ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്റ്റോളജി എന്നൊരു പുസ്തകം, ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്റ്റോളജി എന്നൊരു പുസ്തകമുണ്ട്, ജോസഫ് റാറ്റ്സിംഗൻ ബെനഡിക്ട് പാപ്പായുടേതാണ്. അത് ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വായിക്കുന്നത് നല്ലതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് അതനുസരിച്ച്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ ദൈവം താൻ ആരാണ് എന്ന് മോശയ്ക്ക് സത്യത്തിൽ പച്ചയായി വെളിപ്പെടുത്തുന്നില്ല. പകരം നീ ഇപ്പൊ അത് അറിയണ്ട, അത് കാലക്രമത്തിൽ യുഗങ്ങൾ കടന്നു പോകുമ്പോൾ മിശിഹായിലാണ് വെളിപ്പെടുത്താനിരിക്കുന്നത്, ഇപ്പൊ വെളിപ്പെടാൻ ആരംഭിക്കുന്നില്ല എന്നാണ് അതിന്റെ കൃത്യമായ സൂചന. അപ്പം ഈ യഹോവ എന്ന് അവിടെ ഞാൻ ആകുന്നവനാകുന്നു, യാഹ വാഹ എന്ന് 4 അക്ഷരങ്ങളാണല്ലോ, അന്ന് വൊവൽസ് ഇല്ല, ഹിബ്രു അക്ഷരങ്ങൾക്കില്ല, യാഹ വാഹ അങ്ങനെയാണ്. അപ്പം അത് ആ വാക്കാണ് ദൈവം വെളിപ്പെടുന്നത്, ഞാനാകുന്നു. അപ്പോ ഇസ്രായേൽ അതിനെ ലിറ്ററൽ അർത്ഥത്തിൽ ദൈവത്തിന്റെ പേരായിട്ട് അങ്ങ് സ്വീകരിച്ചു. അപ്പൊ ഞാനാകുന്നു എന്ന ദൈവമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് അവരങ്ങ് വിചാരിച്ചു. ഞാനാകുന്നു എന്ന ദൈവം ആണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് അവരങ്ങ് വിചാരിച്ചു. പക്ഷെ ദൈവം തന്റെ പേരായിട്ട് പറഞ്ഞു എന്ന് അവർ വിചാരിച്ച, അല്ലെങ്കിൽ അവരങ്ങനെ കരുതുന്ന ന്യായമാണല്ലോ. ദൈവം അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ ഓക്കെ അതാണോ ദൈവം എന്ന് അവര് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ വാക്ക് അല്ലെങ്കിൽ യഹോവ എന്ന് എഴുതിയിട്ട് അവരത് ഉച്ചരിക്കുക പോലുമില്ല. അവർ എലോഹിം എന്നാണ് അതിനെ വായിച്ചിരുന്നത്. അതായത് ആ ദൈവം തന്നെക്കുറിച്ച് പറഞ്ഞ വാക്ക് പേരെടുത്ത് വിളിക്കാനുള്ള അർഹത പോലും ഞങ്ങൾക്കില്ല എന്നതുകൊണ്ട് അവരങ്ങനെ വായിക്കുക പോലുമില്ല. ഇതൊക്കെയാണ് ആ പേരിന്റെ ചരിത്രം. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവ ആരാണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ത്രിത്വൈക ദൈവം തന്നെയാണ്. ത്രിത്വൈക ദൈവം ഞാനിപ്പോ ആരാ നിന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞ വാക്കാണ് യഹോവ. അല്ലാണ്ട് യഹോവ എന്ന പദത്തിനെ എടുത്തിട്ട് അത് യഹോവയായ ദൈവമായിരുന്നു, പുതിയ ദൈവത്തിൽ നിന്ന് പിതാവായ ദൈവം ഉണ്ടായി, ഈ പിതാവായ ദൈവം യഹോവ ഒരാളാണോ എന്ന് തുടങ്ങിയ ചർച്ചകൾക്കൊന്നും വലിയ അർത്ഥമില്ല എന്നതാണ്. അഥവാ റെവലേഷൻ പൂർത്തിയാകുമ്പോഴാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലാകുന്നത്. അതുവരെ അതൊക്കെ പ്രൈമോഡിയൽ റെവലേഷനാണ്, വെളിപാടിന്റെ പ്രാഥമിക ഘട്ടങ്ങളാണ്, നിഴൽ പോലെ നൽകപ്പെടുന്ന കാര്യങ്ങളാണ്.
താങ്ക് യു അച്ഛാ. അപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം, അല്ലെ നമ്മൾ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന കത്തോലിക്കരെ സംബന്ധിച്ചോളം, നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ആബാ പിതാവ് എന്ന് യേശുക്രിസ്തു വിളിച്ച ദൈവം, അല്ലാതെ നമ്മൾ യാഹ്വേ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്ന് വെച്ചാൽ ഡിനൈ ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന അറിയുന്ന പഴയ നിയമ ജനം അറിഞ്ഞ പ്രാഥമിക വെളിപാട് യഹോവ എന്നാണ്. അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ അംഗീകരിക്കാം. പക്ഷെ പൂർത്തീകരിക്കപ്പെടുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ ഇതിനെ പ്രതിഷ്ഠിക്കരുത്, പുറകോട്ട് പോവുകയും ചെയ്യരുത് എന്നാണ്. അപ്പൊ അത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ലെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. അത് നമ്മൾ ഒരിക്കലും യഹോവേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല. പകരം ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ യഹോവയാണ് ഞങ്ങളുടെ ആശ്രയമെന്ന് സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചെന്നോർത്ത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യഹോവ എന്ന് വിളിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്, ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധ റൂഹായെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ. അരുണച്ച, ക്ലാസ്സിന് പ്രത്യേകം നന്ദി. എനിക്ക് അറിയേണ്ടത്, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പല സ്വകാര്യ വെളിപാടുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് ഒന്നും കേൾക്കാറില്ല. ഇതിനെക്കുറിച്ച് എന്ത് സ്റ്റഡി നടത്തുന്നു പോലും അറിയുന്നില്ല. ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ അംഗീകരിക്കപ്പെടുന്നില്ല, ഇതൊന്നും ആരും പറയുന്നില്ല. അച്ഛന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇത് ശരിയല്ല, ഇത് മുന്നോട്ട് പോകാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിവുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫൈനാലിറ്റി ഇല്ലാതെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇടുന്നത് ശരിയാണോ? അതായത് ഒന്നാമത്തെ കാര്യം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നതാണ്. എന്ന് പറഞ്ഞ ഒരു സംഭവം നടക്കുമ്പോഴേ ഓടി പിതാവ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷൻ ഓടി ചെല്ലുന്നു, അവിടെ ചെന്നത് ചെയ്യണം എന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാലം ഒരു പ്രധാനപ്പെട്ട ഡിസേൺമെന്റ് ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ, ദൈവം അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നിലനിൽക്കും. ദൈവം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലാത്തവ കൂണുപോലെ മുളച്ച് കൂണുപോലെ അങ്ങ് കെട്ടുപോകും. അപ്പൊ മുളച്ചു വരുന്ന പാടെ ഓടിച്ചെന്ന് നമ്മൾ അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലും അങ്ങനെ നടക്കുന്നത് തൽക്കാലം ചെറുതായിട്ട് സപ്രസ് ചെയ്തിട്ട് വലിയ തിന്മ വല്ലതും ഉണ്ടാവുണ്ടോ എന്ന് മാത്രം ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് മിണ്ടാതിരിക്കലാണ് അതിന്റെ ഏറ്റവും ഉചിതമായ മാർഗം. എന്നാൽ വളരെ വലിയ, ഇപ്പൊ ഫാത്തിമയിലേതുപോലത്തെ വലിയൊരു സംഭവം ഉണ്ടാകുന്നു, അത് ആളുകളെ, ജനത്തെ വല്ലാതെ അവിടേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ധാരാളം അത്ഭുതങ്ങളും മറ്റു തുടർക്കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധയോടെയുള്ള അന്വേഷണം നടത്താം. അന്വേഷണം നടത്തുമ്പോഴും കാലം തെളിയിക്കുന്നതിന് മുൻപേ തീരുമാനങ്ങളിലേക്ക് പോകാതെ കാത്തിരിക്കാം. സൂക്ഷ്മമായി അതിനെ ഇങ്ങനെ മോഡറേറ്റ് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കാം എന്നതാണ് അതിന്റെ ശരിയായ നിലപാട്. അതാണ് തിരുസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ള ഒരു ഡിസിഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു അതീവ ഗൗരവമുള്ളൊരു കാര്യമൊക്കെ ഒരാണ് ഈ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ചിലപ്പം പ്രഖ്യാപിച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ബിഷപ്സിന് അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും അവർക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ കൃത്യമായി അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ അതിനെ അങ്ങ് അവഗണിച്ചു വിടുന്നുണ്ടാവാം. എന്ന അർത്ഥത്തിൽ അതിനെ ഇപ്പൊ നമുക്ക് എന്തറിയുന്നു അത്രയും കരുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ടതില്ല, അല്ലേലും പോകേണ്ടതില്ല. നമ്മളിത് അറിയണമെന്നുമില്ല, അറിയാനുള്ള കടപ്പാടും നമുക്കില്ല. അറിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാകുമെന്നും കരുതേണ്ടതില്ല. ഇനി അറിയേണ്ടതാണെങ്കിൽ അത് കാലം തെളിയിക്കുകയും സഭ അതിനകത്ത് അതിന്റെ ഉചിതമായ സമയത്ത് ഇടപെടുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ അറിയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ പുറകെ പോയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെളിപാട് അത് അവിടെ ശരിക്കും നടന്നതാണ്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു, അത് നമ്മൾ അറിയുന്നു എങ്കിൽ മാത്രം നമ്മൾ അതിന്റെ പുറകെ പോയാൽ മതി. എന്നാൽ അതേസമയം കുഴപ്പങ്ങളിലെടുത്ത് കാര്യമായി ഇടപെട്ട് തടഞ്ഞിട്ടുമുണ്ട്. അതിഷ്ടം പോലെ സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിനെ കുറിച്ച് വ്യക്തത ഇല്ലാണ്ട് വരുമ്പോ ഈ നാട്ടിൽ ചർച്ചകൾ വരുന്നു. ഈ നാട്ടിലെ ചർച്ചകൾ വരുമ്പോ അവിടെ തേൻ വന്നത് ശരിയാണോ, തേൻ വന്നില്ലെന്ന് ചിലർ പറഞ്ഞു, ചിലർ തേൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എന്തുകൊണ്ട് അതിന് ഒരു കൃത്യമായിട്ട് നിലപാടെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ അംഗീകരിക്കുന്ന കാര്യമല്ല, ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ചർച്ചിന്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അതില് ഇപ്പൊ ചിലർ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അതിന് പിന്നീട് ചർച്ചകൾ വരുന്നുണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഈ പുതിയ ഡോക്യുമെന്റ് അങ്ങനെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. അങ്ങനെ നടക്കുവാണെങ്കിൽ അന്വേഷിക്കൂ, സമൂഹത്തോട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള അന്വേഷണം നടത്തൂ, എന്നിട്ട് അത് ഡിക്കാസ്ട്രിക്ക് അയക്കൂ, ഡിക്കാസ്ട്രി പരിശോധിക്കുന്നു, അതിനുശേഷം പറയും. എന്നാലും പോലും അതിന് സമയമെടുക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെയ്യണം
ഇങ്ങനെ അനാസ്ഥയായിട്ടിട്ടുകൂടാ എന്ന് തന്നെ സഭ ഒരു മുൻകൈ എടുത്ത് പറഞ്ഞതാണ് ഇന്നത്തെ ഡോക്യുമെന്റ് നമ്മൾ വായിച്ചപ്പോൾ. അങ്ങ് പറഞ്ഞത് ശരിയാണ്, പൂർണ്ണമായിട്ട് ശരിയാണ്. അതിലേക്കാണ് പോകേണ്ടത്, അതിലേക്ക് പോകണം. ഇന്ന് നമ്മൾ കാണുന്ന കാര്യസാധ്യങ്ങളെ തേടിയുള്ള പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആധ്യാത്മിക വളർച്ചയ്ക്കാണ് അല്ലല്ലോ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇടവകകളെ അല്ലെങ്കിൽ സഭകളിലൊക്കെ ഉള്ള ഒരു പഠനമൊക്കെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. അതായത് പലപ്പോഴും ഈ ഗ്ലോറിയസ് മിനിസ്ട്രി എന്നോ അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ മിനിസ്ട്രി എന്നൊക്കെ വിളിക്കാവുന്ന പരിപാടികളെ തളർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് പോയി ചാടുന്നതിനകത്ത് നമ്മൾ തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. ഒത്തിരി പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും പല സ്ഥലത്തുണ്ടല്ലോ കാര്യം നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങൾ, ഇന്ന കാര്യം നടത്തുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും. അപ്പൊ അങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു, കാര്യം നടക്കാൻ വേണ്ടി ഓടുന്നു. അവസാനം കാത്തലിക് ലൈഫ്, ക്രിസ്ത്യാനിറ്റി തന്നെ എന്തോ കാര്യസാധ്യ സംവിധാനമാണ് എന്ന ആളുകളേക്കും. എന്നാൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം ഒരു കാര്യം നടക്കാൻ വേണ്ടിയുള്ളതല്ല. അവൻ ദൈവത്തിന്റെ കുഞ്ഞായതുകൊണ്ടും ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ളവനായതുകൊണ്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തോട്, അഥവാ സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ സത്യത്തിൽ. അതിന്റെ ഭാഗമായി ദൈവം മറ്റു നന്മകൾ കൊടുക്കാം. അത് സെക്കൻഡറി ആയിട്ടേ പോകാം, അതിനെ പ്രൈമറി ആക്കാനേ പാടില്ല. അതായത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത് അത്ഭുതങ്ങൾ നടന്നേക്കാം, ഗുഡ്, നല്ലതാണ്. അല്ലാണ്ട് അത്ഭുതം നടക്കാൻ വേണ്ടി ബലിയർപ്പിക്കാൻ പോകുകയും അത്ഭുതം നടക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ സംവിധാനങ്ങൾ കണ്ടെത്തുകയും ചില പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ വഴി ദൈവത്തെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം എന്ന് കരുതുകയും ചെയ്യുന്നത് ക്രൈസ്തവമല്ല. അത് വലിയ പരിധി വരെ ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ പുറത്തോടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തെ വരുതിയിലാക്കാൻ കഴിയും എന്ന വിചാരമാണ്. ദൈവത്തെ വരുതിയിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് തപസ്. ഈ ആൾ തപസ് ചെയ്താൽ ദേവന് ഇരിക്കപ്രതി ഉണ്ടാവില്ല, ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തേ മതിയാകൂ. കാരണം ആളുടെ തപശക്തിയുടെ മുൻപിൽ ദൈവം കീഴടങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെയല്ല കാത്തലിക് ഡോക്ട്രിൻ, കത്തോലിക്ക വിശ്വാസം അങ്ങനെയല്ല. നീ എന്തൊക്കെ ശക്തി എടുത്താലും ദൈവത്തിന്റെ ശക്തിയും അധികാരവും ഒക്കെ അതിന്റെ മുകളിലാണ്. നീ പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് ദൈവം തരാൻ ബാധ്യസ്ഥനൊന്നുമല്ല. നീ ഇന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു, നൊവേന 9 പ്രാവശ്യം ഞാൻ ചൊല്ലി, അല്ല ഇന്ന വിധത്തിൽ കാര്യമായി ഞാൻ ഒരു കാര്യം തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് എവിടെ എന്ന് ചോദിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ദൈവത്തിന്റെ ബെനവളൻസിൽ നിന്ന് അവിടുന്ന് ഉദാരമായി എന്തെങ്കിലും തരുന്നെങ്കിൽ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ തിയോളജിക്കൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ദർശനത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ദൈവം അവന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുത്താവുന്ന ദൈവമാണ്. യാഗം ചെയ്ത് അത് ചെയ്യിപ്പിക്കാം എന്ന് കരുതുന്നതാണ്. അത് കാത്തലിക് ഫെയ്ത്ത് അല്ല. അതിന് സദൃശ്യമായ ചില വിധത്തിൽ ദൈവത്തെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ധരിക്കുന്നതും അങ്ങനത്തെ പ്രചരണങ്ങൾ നടത്തുന്നതും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധം ആണ്. സ്തുതിയായിരിക്കട്ടെ. ക്ഷമിക്കണം, ഞാൻ എല്ലാ പ്രാവശ്യവും സംശയം ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ച് ഒരു തിയറിറ്റിക്കലി അല്ലെങ്കിൽ ഡോഗ്മാറ്റിക്കലി പറഞ്ഞത് ശരിയാണ്, തീർച്ചയായിട്ടും അത് റിട്ടൺ ഡോക്യുമെന്റ് ആണല്ലോ. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യം ചോദിക്കാനുള്ള ഇതാണ്, നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഏറ്റവും അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായ അപ്പരീഷൻസ്, ഓക്കെ, ഒരു ഉദാഹരണത്തിന് മാർഗീത്ത മറിയത്തോട് വെളിപ്പെടുത്തിയത്. അപ്പൊ തിരുഹൃദയത്തിന്റെ രൂപം സ്ഥാപിക്കുക എന്നുള്ളത് അന്ന് പറഞ്ഞപ്പെട്ട സാധനം. അപ്പൊ ഞാൻ ചെറുപ്പത്തില് എന്റെ ഓൾട്ടർ സെർവർ ആയിരുന്ന സമയത്ത് വിടവ അച്ഛന്റെ കൂടെ ഞാൻ വീട് വെഞ്ചരിക്കാൻ പോകുമായിരുന്നു. പക്ഷെ അവിടെ തിരുഹൃദയത്തിന്റെ രൂപം പ്രതിഷ്ഠിക്കാത്തിടത്ത് അച്ഛൻ വെഞ്ചരിക്കില്ലായിരുന്നു. നിങ്ങൾ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഞാൻ വന്ന്, അല്ലെങ്കിൽ പ്രതിഷ്ഠയോട് കൂടി ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് പറയുന്നു. പക്ഷെ അപ്പൊ അത് എന്റെ ഉള്ളിൽ ചെറുപ്പത്തിലെ കിട്ടിയാറുണ്ടോ എന്റെ ഉള്ളിൽ. അപ്പൊ എവിടെ പോയാലും ഞാൻ ആദ്യം നോക്കുന്നത് തിരുഹൃദയത്തിന്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അച്ഛൻ ഇന്ന് പറഞ്ഞ ഇതിന്റെ അനുസരിച്ച് അത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്നാമത്തെ തിരുഹൃദയത്തിന്റെ രൂപം വെച്ചില്ല എന്ന് കണ്ട് അച്ഛൻ വെഞ്ചരിപ്പ് നിഷേധിക്കുന്നത് ഉചിതമല്ല. പകരം മാർപ്പാപ്പന്മാര് ചെയ്ത പോലെ തിരുഹൃദയ പ്രതിഷ്ഠയും കൂടെ നടത്തൂ, നമ്മുടെ കുടുംബങ്ങൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് ശക്തമായി ആഹ്വാനം ചെയ്യാം. ആ ശക്തമായ ആഹ്വാനത്തിന്റെ ഭാഗമാണ് വികാരിച്ചൻ ഒരു പടി കൂടെ കടന്നിട്ട് വെക്കുക എന്നിട്ട് ഒന്ന് വെഞ്ചരിക്കാം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മോശമായി കരുതേണ്ട കാര്യമില്ല. അതിന്റെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല.
അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. വിശ്വാസത്തിന്റെ കേസിൽ അത് നമുക്കത് വിശ്വസിക്കണമെന്ന് ബാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷെ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു അപ്പരീഷനിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, അംഗീകരിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ മാതാവ് പിന്നെ പറയുകയാണ്, ഈ ഇത്രയും നാളും ഞാൻ പ്രത്യക്ഷപ്പെട്ടു, ഇനി ഞാൻ പ്രത്യക്ഷപ്പെടില്ല, കാരണം ആളുകൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് പ്രത്യക്ഷപ്പെടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞൊരു സംഭവം എനിക്കറിയാം. അതെ, വ്യക്തമായിട്ട് ഞാൻ എവിടെയൊന്നും ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കറിയാം. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ അത് പറയുമ്പോ അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വിരുദ്ധമല്ലേ ഈ ഡോഗ്മ? തീർച്ചയായിട്ടും അതെ. അത് മാതാവിൽ നിന്ന് വന്നതാണെന്ന് കരുതേണ്ടതേ ഇല്ല. അത് ഒരുപക്ഷെ ആ ദർശനം ഉണ്ടായ വ്യക്തിയുടെ വിഷമമായിരിക്കും. അത് ആ ദർശനം ലഭിക്കുമ്പോൾ തന്നെ ദൈവം സംസാരിക്കാം, അല്ലെങ്കിൽ റിവീൽ ചെയ്യപ്പെടുന്ന ആരോ മാതാവ് സംസാരിക്കാം, ആളുടെ തോന്നലിന് സംസാരിക്കാം, സാത്താന് സംസാരിക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അയാളുടെ ഓർമ്മയിൽ നിന്ന് പുറത്തോട്ട് നമ്മളോട് സംസാരിക്കും. അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്ന എലമെന്റുകൾ അതിനകത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാതാവ് പിന്നീട് വന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ആ ആൾക്ക് ആ ദർശനം പിന്നീട് കിട്ടിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ആ ആൾ ആ ദർശനത്തെ തുടർന്ന് സ്വീകരിച്ചില്ല എന്നുള്ളത് ശരിയായിരിക്കാം. അതിന് അയാൾ കണ്ടെത്തിയ കാരണവും ചിലപ്പം ഇതായിരിക്കാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. അതുകൊണ്ട് മാതാവ് ഒരിക്കലും താൻ വന്നതിന് ആളുകൾ അംഗീകരിക്കാത്തതിന് പേര് കൂട്ടും വെട്ടിയിട്ട് പോകുമെന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു ചെറിയ, അങ്ങനെയാണെങ്കിൽ ഈ മാതാവ് വന്നത് തന്നെ എന്തുകൊണ്ടാണ്? ആരും വിളിച്ചിട്ടാണോ വന്നത്? അല്ല. ഇനി മാതാവ് ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. മാതാവ് സ്വാഭാവികമായി അതിന്റെ ഒഫീഷ്യൽ മാർഗങ്ങൾ ഉപയോഗിക്കില്ലേ? മാതാവിന് വളരെ സിമ്പിളായി, ഞാൻ കുറച്ചൊരു സിംബോളിക്കൽ പെർസ്പെക്റ്റീവിൽ കൂടെ പറയുകയാണ്. മാതാവ് സിമ്പിളായിട്ട് തന്നെ തിരുക്കുമാരനോട് പറയുകയും പരിശുദ്ധ റൂഹ സിനഡിനോട് അത് സംസാരിക്കുകയും സിനഡ് അത് പറയുകയും ചെയ്താൽ പിന്നെ അത് ഓർമ്മ പോലുമില്ല. അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അതങ്ങനെ ചെയ്യാനുള്ള മാർഗം പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ട് എന്ന് നമ്മൾ ആദ്യം അറിയണം. അതുകൊണ്ട് മാതാവ് ഞാൻ തന്നെ പോയി നോക്കി, എന്നെ ആരും കേൾക്കുന്നില്ല, നിങ്ങളോട് എനിക്ക് കൂട്ടില്ല, ഞാൻ വരത്തുമില്ല എന്നും പറഞ്ഞ് പിണങ്ങി പിരിഞ്ഞു പോകുന്ന ഒരു മാതാവിനെ കുറിച്ചല്ല കത്തോലിക്ക സഭ സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്, അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, കേൾക്കുന്നുണ്ട് അച്ഛാ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛനിപ്പോ ഈ വ്യക്തിപരമായ ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഓഗസ്റ്റ് അമ്മയുടെ സ്വർഗാരോഹണത്തെ പറ്റി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മാസത്തില് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒരു ദർശനത്തിൽ കൂടി അല്ലേ അച്ഛാ അമ്മയുടെ സ്വർഗാരോഹണം കാണുന്നത്? മരിയ വാൾത്തോർത്ത് എഴുതിയ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 350-ാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മാതാവ് മരിച്ച് ഇത് കിടക്കുന്ന സമയത്തില് ആ സ്വർഗാരോഹണം, മാതാവിന്റെ സ്വർഗാരോഹണവും കാണുന്നത് യോഹന്നാൻ ശ്ലീഹ കാണുന്നത് ദർശനത്തിൽ കൂടി അല്ലേ അച്ഛാ? അപ്പൊ അത് പേഴ്സണൽ ദർശനവും ഇതും തമ്മിൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് അച്ഛാ? മാതാവിന്റെ സ്വർഗാരോഹണം മരിയ വാൾത്തോർത്തയുടെ സംഭാവനയല്ല. മരിയ വാൾത്തോർത്തയുടെ സംഭാവനയല്ല. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം എന്ന് പറയുന്നത് ആദിമ സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആദിമ സഭ മുതലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്, വിശ്വാസ അനുഭവമാണ്, ശ്ലീഹന്മാർ സ്വീകരിച്ചതാണ്. നമ്മുടെ പിതാവായ തോമാശ്ലീഹ പോലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഡോർമീഷനും സ്വർഗാരോപണവും ആയി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയതിനെ കുറിച്ചുള്ള പരാമർശനങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഇത് സഭയുടെ വിശ്വാസമാണ്, അല്ലാണ്ട് മരിയ വാൾത്തോർത്തയുടെ വിശ്വാസം അല്ല. മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ നിന്ന് സഭ എടുത്തതുമല്ല, സഭയ്ക്ക് അതിന്റെ ആവശ്യവുമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം. അതിന്റെ ചാപ്റ്ററുകളും എണ്ണവും ഒന്നും എണ്ണിപ്പറക്കി പറയേണ്ട കാര്യമില്ല, അതിനുമാത്രം വിലപ്പെട്ട സാധനവുമല്ല അത്. ഞാനത് അങ്ങനെ കൃത്യമായിട്ട് ശക്തമായിട്ട് പറയുന്നത് പല ആളുകളും അത്തരം സ്വകാര്യ വെളിപാടുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷ സത്യങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ്. അത് നമുക്ക് വായിക്കാനും അത് വായിച്ച് വിശ്വസിക്കാനും വേണ്ടി ഉള്ളതേ അല്ല. പകരം മരിയ വാൾത്തോർത്തയ്ക്ക് സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് കിട്ടിയെങ്കിൽ അതിൻ്റെ നിന്നല്ല അതിൻ്റെ തിയോളജിക്കൽ ഡെപ്ത് ഒരാൾ സ്വീകരിക്കുന്നത്. ഞാൻ മാതാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്ന ആ സെഷനുകൾക്കകത്തേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ സ്വർഗാരോപണം എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടും. സ്വർഗാരോപണം സത്യത്തിൽ എന്താണ്? അത് തിരുസഭയുടെ മിനിയേച്ചറായ മാതാവ് തിരുസഭയുടെ ഭാഗധേയത്തെ, തിരുസഭയ്ക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നതിനെ മാതാവ് എന്ന വ്യക്തിയിൽ ദൈവം തെളിയിക്കുന്നതാണത്. അതിന് മരിയ വാൾത്തോർത്തയ്ക്ക് യോഹന്നാന് കിട്ടിയ ദർശനത്തെക്കുറിച്ചുള്ള വിവരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മരിയ വാൾത്തോർത്തയുടേത് വലിയ പരിധിവരെ ഭാവനാവിലാസമാണ്, അവൾക്കുണ്ടായ ചില കാഴ്ചപ്പാടുകളാണ്, അതിനകത്തുള്ള ചില അഭൗമികമായ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രത്യേകമായ സുവിശേഷത്തിന്റെ എക്സ്പ്ലനേഷൻസ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ബട്ട് അവയൊരിക്കലും സുവിശേഷത്തിന്റെ ഭാഗമല്ല, അവയൊരിക്കലും സുവിശേഷത്തെ കൂട്ടിച്ചേർക്കുന്നതല്ല, അവയൊരിക്കലും സുവിശേഷത്തെ പൂർത്തീകരിക്കുന്നതല്ല, അവയൊരിക്കലും സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല.
അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനോ സുവിശേഷത്തിന്റെ ഗ്രഹണത്തിനോ സുവിശേഷത്തിന്റെ പ്രബോധനത്തിനോ അവ ഒരു വിധത്തിൽ ഉപയോഗിച്ചു കൂടാത്തതാണ്. അതതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ പറഞ്ഞു. അത് ഈ പറഞ്ഞ സ്വകാര്യത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഈ ബുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഞാൻ എന്റെ ഇടവക വികാരിയച്ഛനോട് ചോദിച്ചു വെച്ചാൽ ഇത് നമ്മൾക്ക് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ നമ്മുടെ സുവിശേഷത്തിൽ ഇല്ലാത്ത പലതും അതിലുണ്ട്. അപ്പൊ ഞാൻ വികാരിയച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ വായിക്കണെ കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ രണ്ട് ബുക്കാണ്. കാരണങ്ങളാണുള്ളത്. ഒന്ന്, വികാരിയച്ഛൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് പാപകരമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, അതുകൊണ്ട് വായിച്ചു നോർത്ത് അങ്ങനത്തെ അപകടമൊന്നും ഉണ്ടാവുന്ന പോകുന്നില്ല എന്ന ധാരണയിലാണ് അച്ഛൻ അത് പറഞ്ഞത്. പക്ഷേ അത് പാപമില്ല എന്നതിനേക്കാൾ വലിയ ആത്മീയ അപകടം ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത് വളരെ വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ഡോക്ടറിൽ സുപരിചിതനായ നല്ലൊരു ദൈവശാസ്ത്ര അടിത്തറയുള്ള ഒരാൾക്ക് അത് വായിച്ചു നോർന്ന് സംഭവിക്കത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കാത്തലിക് ഡോക്ടറിൽ നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾ, നല്ല പരിചയമുള്ള ഒരാൾ അത് വായിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അത് നമ്മുടെ വിശ്വാസത്തിന്റെ പാഠപുസ്തകമാക്കണമെന്നല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. സുവിശേഷം വായിക്കുക, സഭയുടെ പ്രബോധനങ്ങൾ വായിക്കുക, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ സഭ നൽകുന്നത്, കൗൺസിലുകളിലൂടെയൊക്കെ നൽകുന്നത് അത് വായിക്കുക, സഭാപിതാക്കന്മാരുടെ ടെക്സ്റ്റുകൾ വായിക്കുക. ഇതൊക്കെ നമുക്കുണ്ടായിരിക്കെ സ്വകാര്യ വെളിപാടുകൾ വായിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്തുതിയായിരിക്കട്ടെ. ഈ നമ്മുടെ ഒരു സഭയിലെ ഒരു പുസ്തകമുണ്ട്, യഥാർത്ഥ മര്യഭക്തി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വിശുദ്ധ ലിമോൺ ഫോർട്ടയുടെ ഒരു പുസ്തകം. അപ്പൊ അതിലിങ്ങനെ ഒരു വാക്ക് വായിച്ചിട്ടുണ്ട്, ഈ കാലത്തിന്റെ അവസാന നാളുകളില് മറിയത്തിന് ഒത്തിരിയേറെ പ്രശസ്തി സ്വർഗം നൽകും എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒത്തിരി മരിയൻ പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ അപ്പൊ അതിനൊത്തിരി പ്രാധാന്യം വന്നിട്ട് ഈ അമ്മ മാതാവേ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി, ഇപ്പൊ യേശു എന്നുള്ളത് മാറി. അതൊന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അച്ഛന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടു, നമ്മൾ ഈ ഇത്തരം എന്താണ് പബ്ലിക് അല്ലാത്ത ഈ സ്വകാര്യ വെളിപാടുകളെ അധികമായി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുമ്പോഴും ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒത്തിരി പേര് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇത് വിശുദ്ധൻ നേരത്തെ പ്രവചിച്ചിരുന്നതാണ്, അന്ത്യകാലത്ത് മറിയത്തിന് ഭയങ്കരമായ പ്രത്യേക സ്വർഗം പ്രാധാന്യം കൊടുക്കും, അതിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു. അപ്പൊ അതിന് അച്ഛൻ എങ്ങനെ ഒരു മറുപടി? അതായത് മാതാവിന് ആദിമ സഭയിൽ കൊടുത്തിരുന്നിടത്തോളം പ്രാധാന്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കണ്ടാവില്ല. അതായത് സ്ലീഹന്മാർക്ക് മാതാവിനോടുണ്ടായിരുന്നിടത്തോളം അഗാധമായ സ്നേഹത്തിന്റെ ബന്ധമൊന്നും ഇപ്പൊ ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. കുറച്ചുകൂടെ കൂടുതൽ മാതാവിന്റെ പടവും പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും സഭയിൽ മാതാവിന് പ്രശസ്തിയുമുണ്ട്, സ്ഥാനവുമുണ്ട്. ഇത് ഒരു 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 പ്രൈവറ്റ് റെവലേഷന്റെ ഭാഗമായി അത് പറഞ്ഞു എന്നതുകൊണ്ട് അതിനൊരു വിലയുമില്ല. ഇനി മാതാവിന്റെ പ്രശസ്തി അല്ല യുഗാന്ത്യത്തിന്റെ അടയാളം, അങ്ങനെ ഒരിക്കലും സുവിശേഷവും സഭയും വിചാരിക്കുന്നുമില്ല. ഇത് ഇങ്ങനത്തെ സ്വകാര്യ വെളിപാടുകൾ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പ്രചരിപ്പിച്ചുണ്ടാക്കുന്ന, നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളാണ് ഈ പറഞ്ഞ തുടർ സംഭവങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ സഭ ഇപ്പം വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെട്ട് തുടങ്ങുകയും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളയേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യന്, ഇപ്പൊ ഈ നമ്മുടെ സഭയിലെ ഈ ചിത്രത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ തന്നെ എതിർത്ത് നമ്മുടെ നിത്യനവാദിനകത്ത് മറിയമേനന്റെ ചിത്രത്തിൽ നിന്ന് അതൊക്കെ എത്തി പലയിടത്തും പാടുന്നുണ്ട്. പക്ഷെങ്കിൽ ഈവൻ ഈ നമ്മൾ ഇപ്പോഴും ചിത്രങ്ങൾ വെച്ചുള്ള ഇപ്പൊ ഡിവൈൻ മേഴ്സിയുടെ ചിത്രത്തിന് ഭയങ്കര വഴി ചിത്രം വെച്ച് പറഞ്ഞാൽ അത് വളരെ ഒരു വചനത്തിന്റെ അപ്പുറം, വചനത്തിന് വേണ്ട ഇത് വെച്ചാൽ മതി. ചിത്രങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ രൂപത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ശരിക്കും തെറ്റാണ്. അമിത പ്രാധാന്യം ശരിക്കും തെറ്റാണ്. എന്നാൽ ചില ചിത്രങ്ങൾ ഐക്കണിക് വാല്യൂ ഉള്ളതാണെങ്കിൽ, അതായത് ഒരു പ്രത്യേക സന്ദേശം പകർന്നു കൊടുക്കുന്നതാണെങ്കിൽ അത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നിത്യസഹായ മാതാവിന്റെ ചിത്രം, അത് മാതാവിന്റെ പെർപെച്വൽ ഹെൽപ്പിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അതൊരു ഐക്കണിക് രൂപമാണ്. അപ്പൊ അതിനകത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വരികൾക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെ പഠിക്കാറില്ലായിരുന്നു. പക്ഷെ അതിന്റെ സൂചന ഇതാണ്, ആ ചിത്രത്തിൽ നിന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ആ നിത്യസഹായത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുക എന്നുള്ള അർത്ഥമൊക്കെ ആയിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതർവൈസ് അത് മിസ്ലീഡിങ് ആണ്. നമ്മുടെ സഭയില് പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥന 10 സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സൺഡേ ഷാലോമിൽ നിന്ന് വായിച്ചു, എനിക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ കുറച്ചു മുമ്പ് ഒരു ബ്രദറിനകത്ത് പറഞ്ഞ പോലെ നമ്മൾ ഈ ബൈബിളിനേക്കാൾ അപ്പുറം ഇത്തരം പുസ്തകങ്ങളും അല്ലെങ്കിൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്
അച്ഛൻ പറഞ്ഞ പോലെ ഒരു ബൈബിളിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടെ കൃത്യമായി പറയേണ്ടത് ലിറ്റേർജിക്ക് അപ്പുറം എന്ന് വേണം പറയാൻ. അത് ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പകരം ഒഫീഷ്യൽ ആയിട്ടുള്ള ആരാധനാക്രമത്തെക്കാളും പ്രാധാന്യം, അതായത് പള്ളി പോകുന്നില്ല, കുർബാന സ്വീകരിക്കില്ല, പക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലും. അങ്ങനെ ഒരു സംഭവം. അല്ല, എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഈ ദൈവവചന അച്ഛൻ പറഞ്ഞ ഇത്തരം പുസ്തകങ്ങൾ ദൈവവചനത്തിലും അല്ലെങ്കിൽ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലുള്ളവരാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചാൽ കുഴപ്പമില്ല, അവർക്കത് മനസ്സിലാവുന്നത്. എന്റെ ഒരു അഭിപ്രായം കൂടി ചേർത്ത് ചോദിക്കുകയാണ്, ശരിക്കും ബൈബിൾ സഭ പഠിപ്പിക്കുക അല്ലെങ്കിൽ വ്യക്തികൾ വായിക്കാത്തതിന്റെ ഒരു അജ്ഞത കൂടെ അല്ലേ ഇത്തരം പുസ്തകങ്ങളിലുള്ള ചില കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ധരിക്കും? ശരിയായി വചനം പഠിച്ചാൽ, ഈവൻ എന്റെ ചോദ്യം, കത്തോലിക്ക സഭയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരൊറ്റ വചനം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒത്തിരി വരികയില്ല. പക്ഷെ ബൈബിളിൽ എന്തോരം വചനമുണ്ട്. ഈ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയേക്കാൾ പോലും ഇത് ചൊല്ലി 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 മറ്റു ബൈബിൾ പഠിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും. അതുകൊണ്ട് മറ്റ് കൾട്ടുകൾ വന്ന് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് സഭയില് അല്ലെങ്കിൽ ഇടവക തലത്തില് ഇതിനൊക്കെ ഇതിനകത്ത് ഒരു ഉദാഹരണത്തിന് ഒരു ശകലം പ്രശ്നമുണ്ട്. ഒരു പ്രാർത്ഥന ചെല്ലുന്നു അല്ലെങ്കിൽ നന്മ നിറഞ്ഞവരും എന്ന ഭാഗങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് മറ്റേതിന് പ്രസക്തി ഉണ്ടാവുന്നില്ല എന്ന് അർത്ഥമില്ല. പകരം മറ്റു ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു ഇംബാലൻസ്, വേണ്ട വിധത്തിൽ വിശ്വാസ രഹസ്യങ്ങൾ പഠിക്കാതിരിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചോട്ട വൈകാരിക സാധനങ്ങൾ വളരാൻ കാരണമായി തീരും. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ദൗത്യവും. നമ്മൾ സത്യവിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ 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 വൈകാരിക ഓരോ പെട്ടെന്ന് കാണുമ്പോൾ ഹായ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, അയ്യോ അത്ഭുതം, ഞാൻ 1000 നന്മറിഞ്ഞവർ ചെല്ലും, അല്ല ഒരു നന്മ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇന്ന വെളിപാട് പ്രാർത്ഥന ചെല്ലുമ്പം 1000 ആത്മാക്കൾ ശുദ്ധീകരണത്തിലിടും. നല്ല രസമുണ്ടല്ലോ, 2 പ്രാവശ്യം ചെല്ലും, ഇന്ന് 2000 ആത്മാക്കളെ രക്ഷിച്ചു എന്നൊക്കെ പോലെയുള്ള വിചാരങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. സ്ഥിരീകരിക്കട്ടെ. ഈ കർത്താവ് വന്ന ശേഷം പല ആൾക്കാരും കർത്താവിനെ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് അതൊരു പുതിയൊരു ഇതായിട്ടാണ് തോന്നുന്നുണ്ടാവും ഇങ്ങനെ കർത്താവ് വരുന്നത്. അതുപോലെ തന്നെ ആവും ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോ അത് നമ്മൾ വിശ്വസിക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ 2-ാം തീയതി നമുക്ക് ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ടെന്നൊക്കെ ഭയങ്കര വാട്സാപ്പിൽ വന്നിരുന്നു. ഇന്നമാതിരി സംസാരിച്ച ഇടവക പള്ളിയിൽ പോയാൽ, ഫ്രാൻസിസ്കൻ സഭയിലൊക്കെ ഉള്ള ദേവാലയങ്ങളിൽ പോയാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നൊക്കെ. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വികാരിയച്ഛനൊക്കെ ഒന്ന് പറഞ്ഞ് നേരത്തെ ഓർപ്പിച്ച് തന്നൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ട് ദണ്ഡവിമോചനം കിട്ടില്ല എന്ന് തന്നെയാണോ? കിട്ടുമോ? ഒന്നാമത്തെ കാര്യം, ഈശോ വന്നു, ഈശോയിൽ വിശ്വസിച്ചില്ല കുറെ പേര്. അതുപോലെ ഇപ്പൊ സ്വകാര്യ വെളിപാട് നടക്കുന്നു, അവയിൽ വിശ്വസിച്ചില്ല എന്ന പോലെ ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, മിശിഹായിൽ പൂർത്തിയായ ദൈവം ഔദ്യോഗികമായി ഭൂമിയിലേക്ക് വരികയും തന്റെ സ്വലീഹന്മാർക്ക് പകർന്നു കൊടുക്കുകയും അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യവിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്ത ചരിത്രത്തിൽ സംഭവിച്ച സംശയമോ തർക്കമോ ഇല്ലാത്ത വിധത്തിൽ സഭ സ്വീകരിച്ചിരിക്കുന്ന ആ വിശ്വാസത്തോട് ഏതാനും ആളുകൾ അന്ന് അവിശ്വസിച്ചു എന്ന് കണ്ട് അതുപോലെ ഇന്നും അവിശ്വസിക്കുന്നവരൊക്കെ മണ്ടന്മാർ ഒരു കാലത്ത് തെളിയും എന്ന് പറയാനില്ല. കാരണം മിശിഹായിൽ അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി പുതുതായിട്ട് എന്തെങ്കിലും വരാനുണ്ട് എന്ന് പറഞ്ഞിരിക്കെ ആരെങ്കിലും വിശ്വസിക്കാതിരുന്നാൽ ഇനി അതാണോ എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനിയൊന്നും വെളിപാടിനോട് കൂട്ടിച്ചേർക്കാനില്ല എന്ന് മിശിഹായിൽ ആ വെളിപാട് പൂർണ്ണമായിരിക്കെ അതിന് പിന്നാലെ വരുന്നതിന്റെ പുറകെ നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അത് അവിശ്വസിച്ച് നോക്കുക, ഒരു കുഴപ്പമില്ല ഇല്ലതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദണ്ഡവിമോചനത്തിന്റെ കാര്യമാണ്. പുതിയ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു, അത് നമ്മളെ അറിയിച്ചില്ലെന്നോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഓൾറെഡി ധാരാളം ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അവ ഉദാഹരണത്തിന് 3 ദിവസത്തിൽ കുറയാത്ത ഇടവക വാർഷിക ധ്യാനം കൂടി അതിന്റെ സമാപന ആശീർവാദം ഈ പറഞ്ഞ ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന ആൾക്ക് ദണ്ഡവിമോചനമുണ്ട്. ഒരു പൗരോഹിത്യ സ്വീകരണത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ആശീർവാദം സ്വീകരിക്കുന്നതിന് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. മാർപ്പാപ്പയുടെ ആശീർവാദം അത് TV-യിലൂടെ സ്വീകരിച്ചാൽ പോലും അതിന് ദണ്ഡവിമോചനമുണ്ട്. ഇനി കുരിശിന്റെ വഴി പീഡാനുഭവ വെള്ളിയാഴ്ച നടത്തി, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെയുണ്ട്. അതിന്റെ കൂടെ പുതുതായിട്ട് ഒരെണ്ണം പ്രഖ്യാപിച്ചത് വികാരിച്ചൻ അനൗൺസ് ചെയ്യില്ലെന്നോർത്ത് വലിയ മാരകപാപം ഒന്നുമല്ല. അച്ഛൻ ഓർത്തെങ്കിൽ അത് വേണമെങ്കിൽ പറഞ്ഞേനെ. ഇനി ഇല്ലേ പോലും നമുക്ക് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് സ്വീകരിക്കണേ അത് സ്വീകരിക്കാം. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നിത്യരക്ഷയ്ക്ക് ആവശ്യമായുള്ളതൊക്കെ നിങ്ങൾക്ക് ഇടവകയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അതിനപ്പുറത്തുള്ളവയ്ക്ക് വേണ്ടി ഓടി നടക്കേണ്ടതില്ല എന്നാണ്. അതിനെക്കുറിച്ചാണ് ഈ ജോൺ ഓഫ് ക്രോസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചും കൂടെ കേൾപ്പിച്ചായിരുന്നു. അതിതാണ്, പുതിയതിനു വേണ്ടി ഓടുന്ന ഒരാൾ തങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ട് മാത്രമല്ല, സ്വകാര്യ വെളിപാടിന് വേണ്ടി ഓടി നടക്കുന്ന, അല്ലെങ്കിൽ അത് ഇനിയൊരു കാര്യം ഇനി എന്ത് പുതുതുണ്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരാൾ തന്റെ വിഡ്ഢിത്തം കൊണ്ട് മാത്രമല്ല ദൈവത്തെ അവഹേളിക്കുന്നതും താൻ കുറ്റക്കാരനായി തീരുന്നത്.
നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വെളിപാടിൽ കണ്ണുറപ്പിച്ച് വിശ്വസിച്ച് നിൽക്കാതിരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് പുതിയ പുതിയ കയ്യിലൊക്കെ വന്നോട്ടെ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ തള്ളിക്കളയാനൊന്നും പോകണ്ട. ഡിസൈൻ ചെയ്യുകയും നല്ലതായ മുറുകെ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാളും മുറുകെ പിടിക്കേണ്ടവ നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന ലിറ്റർജിയെക്കാളും വലുതായി മറ്റു കാര്യങ്ങളെ കാണേണ്ടതില്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 മണിക്കൂറിന്റെ ക്ലാസ് 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അവിടുന്നാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സത്യവിശ്വാസം എത്രയോ ആഴമുള്ളതും പൂർണ്ണതയുള്ളതും ഉറപ്പുള്ളതുമാണ്. കർത്താവെ, അതുപോലെ ഒരു സൗണ്ട് ഫെയ്ത്ത് സ്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ബാഹ്യമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലല്ലല്ലോ, സത്യവിശ്വാസത്തിന്റെ ദൃഢതയിലാണല്ലോ ഞങ്ങൾ ആശ്രയിക്കുന്നത്. അതാണല്ലോ പരിശുദ്ധ സഭയുടെ മഹത്വവും ഭംഗിയും. തിരുസഭയുടെ ദൈവിക മഹത്വം പ്രകടമാകുന്ന അതിൻ്റെ ആന്തരിക സൗരഭ്യം, അതിൻ്റെ ആന്തരികമായ ഉറപ്പ്, അവയിൽ ആശ്രയിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സ്വകാര്യ വെളിപാടുകളെ അതർഹിക്കുന്ന സ്ഥാനത്ത് മാത്രം കരുതുകയും എന്നാൽ യഥാർത്ഥ വെളിപാടിനെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിക്കുകയും ആ ആശ്ലേഷിക്കുന്ന സ്വകാര്യ പൊതു വെളിപാടിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളെ സ്വകാര്യ വെളിപാടിൽ നിന്ന് ആവശ്യമെങ്കിൽ അംഗീകരിക്കുകയോ വിശ്വാസത്തെ വളർത്താൻ അത് ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കുമെങ്കിൽ അത് മാത്രം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിവേകത്തിന്റെ കൃപകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിന് അവിടുന്ന് ഇവരെ ആശീർവദിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സംസർഗവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.